2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് ശ്രദ്ധയെ തിരിക്കുക. ദൈവവചനം തുറക്കുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. എല്ലാവരും എടുത്തു എന്ന് വിശ്വസിക്കുന്നു. ആ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ ആകുന്നു ഉള്ളത്. ആ വാക്യം ശ്രദ്ധിച്ചോ? ഒന്നുകൂടി നമുക്ക് ഒരുമിച്ച് ചേർത്ത് വായിക്കാം. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ ആകുന്നു ഉള്ളത്. ഈ വാക്യത്തെ ആസ്പദമാക്കി ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് നിയോഗം തരുന്നതും ദൈവകൃപയിൽ ആശ്രയിച്ച് തുറന്നുള്ള സമയങ്ങളെ ചിന്തിപ്പാൻ ദൈവനാമത്തിൽ ശരണപ്പെടുക. വളരെയധികം പ്രാർത്ഥനയോടെ ശ്രദ്ധയോടെ ദൈവസന്നിധിക്കണം. അപ്പോസ്തലനായ പൗലോസ് 2 ലേഖനങ്ങളാ കൊരിന്ത്യയിലെ സഭയ്ക്ക് എഴുതിയിരിക്കുന്നത്. അത് നമ്മൾ വായിക്കുമ്പോൾ 1 കൊരിന്ത്യർ ലേഖനമെന്നും 2 കൊരിന്ത്യർ ലേഖനം, ഇങ്ങനെ 2 ലേഖനങ്ങളാണ് അപ്പോസ്തലൻ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയത്. ഈ 2 ലേഖനങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ 2 ലേഖനങ്ങൾക്കകത്തെ പ്രമേയങ്ങൾ വ്യത്യാസമായ രീതിയിൽ നമുക്ക് കാണാൻ കഴിയും. 1 കൊരിന്ത്യർ ലേഖനങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആ ദൈവജനത്തെ വിശുദ്ധിയിലേക്ക് വിളിക്കുന്ന ഒരു ആഹ്വാനമാണ് 1 കൊരിന്ത്യർ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. കാരണം സഭയ്ക്കകത്തെ പല പ്രശ്നങ്ങളെയും ദൈവാത്മാവിൽ കർത്താവിൻ്റെ ദാസൻ ഡീൽ ചെയ്യുക. ആ ഡീല് ചെയ്തുകൊണ്ട് ദൈവജനത്തെ വിശുദ്ധിയിലേക്ക് മടങ്ങി വരണമെന്ന് ആഹ്വാനം ചെയ്യുന്ന ലേഖനങ്ങളാണ് 1 കൊരിന്ത്യർ ലേഖനം നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ 2 കൊരിന്ത്യർ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെ അഡ്വൈസ് നൽകിയ, ഉപദേശം നൽകിയ ദൈവദാസനെതിരെ ഒരു കൂട്ടം ദൈവമക്കൾ തിരിയുക. ഒരു കൂട്ടം ദൈവമക്കൾ തിരിഞ്ഞുകൊണ്ട്, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കർത്താവിൻ്റെ ദാസനോട് ചോദിക്കുന്ന ചോദ്യമാണ്: നിന്നെ ആരാ അപ്പോസ്തലനാക്കി വെച്ചത്? നിന്നെ ആരാ ഞങ്ങളെ ഉപദേശിക്കാൻ നിർത്തിയത്? നിന്നെ ആരാ ഞങ്ങളെ പ്രസംഗിക്കുവാൻ നിന്നെ വിളിച്ചത്? എന്ന് പറഞ്ഞാൽ തൻ്റെ അപ്പോസ്തലത്തെ ചോദ്യം ചെയ്യുന്ന ദൈവമക്കളോട് തൻ്റെ അപ്പോസ്തലത്വം എവിടുന്നാണെന്നും തന്നെ ആരാണ് ശുശ്രൂഷയ്ക്ക് വിളിച്ചത് എന്നും വളരെ കൃത്യമായി പറയുന്ന ലേഖനമാണ് 2 കൊരിന്ത്യ ലേഖനം എന്ന് പറയുന്നത്. ആ ലേഖനത്തിൽ തൻ്റെ അപ്പോസ്തലത്വം താൻ വളരെ വ്യക്തമായി വ്യാഖ്യാനിക്കപ്പെടുകയും തൻ്റെ അപ്പോസ്തലം എവിടുന്നാണ് താൻ വന്നതെന്ന് താൻ പറയുകയും ചെയ്യുമ്പോൾ വിശ്വാസികളോട് പറയുന്ന ഒരു ഭാഗമാണ് നാം വായിച്ച വാക്യം: എങ്കിലും ഈ അത്യന്ത ശക്തി എൻ്റെ സ്വന്തമല്ല എന്ന് താൻ പറയുന്നത്. എന്തുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുവാനുള്ള കാരണം? അത് മനസ്സിലാക്കണമെങ്കിൽ നാം ആ ലേഖനത്തിന്റെ പശ്ചാത്തലങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞേ മതിയാകുകയുള്ളൂ. അപ്പോസ്തല പ്രവൃത്തി നിങ്ങൾ എടുക്കണ്ട. അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു എങ്ങനെയാണ് ഈ സഭയുടെ രൂപീകരണം എന്ന് വളരെ വ്യക്തമായി കാണുകയാണ്. അപ്പോസ്തലനായ പൗലോസ് അവിടെ ദൈവവചനം പ്രസംഗിക്കുക. എന്നാൽ തനിക്കെതിരെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ തനിക്കെതിരെ വന്നപ്പോൾ താനൊന്ന് ഭയപ്പെട്ടു. അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് പൗലോസിനോട് പറയുക: നീ ഭയപ്പെടരുത്, മറിച്ച് വചനം മാത്രം എന്ത് ചെയ്യുക? പ്രസംഗിക്കുക. അങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ച് വചനം പ്രസംഗിച്ച ദൈവദാസന്റെ പ്രസംഗത്തിലൂടെ രക്ഷിക്കപ്പെട്ടു വന്ന ഒരു കൂട്ടം ദൈവമക്കളുടെ കൂട്ടമാണ് കൊരിന്ത്യയിലെ ദൈവസഭ എന്ന് പറയുന്നത്. ഈ കൊരിന്ത്യയിലെ ദൈവസഭയെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയാം: അത്ഭുതങ്ങളാൽ രക്ഷിക്കപ്പെട്ട, അത്ഭുതങ്ങളാൽ ദൈവത്തിങ്കിലേക്ക് വന്ന സഭയാണ് കൊരിന്ത്യ സഭ എന്ന് പറയുന്നത്. ഈ കൊരിന്ത്യ സഭയെ പറ്റി 1-ാമത്തെ അധ്യായങ്ങളിൽ നമ്മൾ കാണുമ്പോൾ 4 പദങ്ങൾ സഭയെ പറ്റി പഠിപ്പിക്കുന്ന കാണുവാൻ കഴിയും. 1-ാമത്തെ പദം എന്ന് പറയുന്നത് വചനത്തിന് കുറവില്ലാത്ത സഭയാണ് കൊരിന്ത്യ സഭ എന്ന് പറയുന്നത്. ശക്തമായി ദൈവത്തിന്റെ വചനത്തെ പ്രസംഗിക്കാൻ കഴിയുന്ന ദൈവദാസന്മാർ, വചനത്തിന് യാതൊരു കുറവുമില്ലാത്ത സഭയാണ് കൊരിന്ത്യ സഭ എന്ന് പറയുന്നത്. 2-ാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ഇങ്ങനെ പറഞ്ഞത്: ദൈവ പരിജ്ഞാനത്താൽ നിറവുള്ള ദൈവമക്കളായിരുന്നു കൊരിന്ത്യയിലെ വിശ്വാസികൾ എന്ന് പറയുന്നത്. ദൈവപരിജ്ഞാനം എന്ന വാക്കിനെ നമ്മൾ ആഴത്തിൽ പഠിക്കുമ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെ കാണുന്നത്: ഏത് പ്രശ്നങ്ങളെയും ദൈവത്തിൽ ആശ്രയിച്ച് അതിനെ പരിഹരിക്കുവാൻ കഴിയുന്ന ദൈവമക്കൾ ഉള്ള സഭയായിരുന്നു കൊരിന്ത്യ സഭ എന്ന് പറയുന്നത്. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചു കേൾക്കണം. അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്:
പ്രശ്നങ്ങൾ ദൈവസഭയ്ക്കകത്ത് വന്നപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച് പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ കഴിവുള്ള ദൈവമക്കളാൽ നിറയപ്പെട്ട സഭയായിരുന്നു കൊരിന്ത്യ സഭ എന്ന് പറയുന്നത്. അതുകൊണ്ട് പറഞ്ഞത് ദൈവ പരിജ്ഞാനത്തിൽ നിറവുള്ള സഭ. മൂന്നാമത്തെ പ്രത്യേകത പറയുന്നത് ഇങ്ങനെയാണ്: ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത സഭയാണ് കൊരിന്ത്യ സഭ എന്ന് പറയുന്നത്. വ്യാഖ്യാനിക്കണമെങ്കിൽ വ്യാഖ്യാനിക്കാൻ ആൾക്കാരുണ്ട്, അന്യഭാഷകളെ പറയുമ്പോൾ അതിനെ വ്യാഖ്യാനിക്കാൻ ആൾക്കാരുണ്ട്, പ്രവചനം പറയുവാൻ ആൾക്കാരുണ്ട്. ഇങ്ങനെ ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത ഒരു സഭയാണ് കൊരിന്ത്യ സഭ എന്ന് പറയുന്നത്. ഈ മൂന്ന് കാര്യങ്ങളെക്കാട്ടിലും എന്നെ ഏറ്റവും ഇഷ്ടപ്പെടുത്തിയ നാലാമത്തെ കാര്യമാണ്. നാലാമത്തെ കാര്യം ഇങ്ങനെ പറയുന്നത്: കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന സഭ കൊരിന്ത്യ സഭ എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കണമേ, എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭ, ഒന്നിനും കുറവില്ലാത്ത ഒരു സഭ. വചനമുണ്ട്, ദൈവപരിജ്ഞാനമുള്ള ദൈവമക്കളുണ്ട്, കൃപാവരമുണ്ട്, പ്രത്യാശയ്ക്ക് കുറവില്ലാത്ത സഭ. പക്ഷേ ഈ സഭയെ പറ്റി ഈ 4 പദങ്ങൾ കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് അവസാനിപ്പിക്കുക. നിങ്ങൾ അത് കഴിഞ്ഞുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കുമ്പോൾ ഒന്നാമത്തെ പ്രശ്നം ഈ ദൈവസഭയെ പറ്റി പറയുക: നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ട് എന്ന് ഞാൻ ക്ലോവയുടെ ആളുകളാൽ എന്ത് ചെയ്യുക? ഞാൻ അറിയുക. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണമേ, വചനം അറിയാവുന്ന സഭയ്ക്കകത്ത് പിണക്കമുണ്ടോ? കൃപാവരം അറിയാവുന്ന സഭയ്ക്കകത്ത് ഗ്രൂപ്പിസമുണ്ടോ? ദൈവപരിജ്ഞാനമുള്ള സഭയ്ക്കകത്ത് ദൈവജനങ്ങൾ തമ്മിൽ മിണ്ടാതെ ഇരിക്കുമോ? പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദൈവസഭയ്ക്കകത്ത് ഇങ്ങനെ ഗ്രൂപ്പിസം ഉണ്ടാകുമോ? എന്താ ദൈവസഭയ്ക്ക് പറ്റിയത്? ദൈവസഭയ്ക്ക് പറ്റിയ ഒരു കാര്യം എന്ന് പറയുന്നത് 1 കൊരിന്ത്യർ ലേഖനം 1-2 അധ്യായങ്ങൾ നിങ്ങൾ പഠിക്കുമ്പോൾ വളരെ വ്യക്തമായി കാണുന്ന 2 തരത്തിലെ ജ്ഞാനങ്ങളുണ്ട്. ഒന്നാമത്തെ ജ്ഞാനം എന്ന് പറയുന്നത് ദൈവിക ജ്ഞാനമാ. രണ്ടാമത്തെ ജ്ഞാനം എന്ന് പറയുന്നത് മാനുഷിക ജ്ഞാനമാ. ദൈവിക ജ്ഞാനമുള്ളപ്പോൾ ഇവർക്ക് ദൈവവചനം ഉണ്ടായിരുന്നു, ദൈവിക ജ്ഞാനം ഉണ്ടായിരുന്നപ്പോൾ കൃപാവരം ഉണ്ടായിരുന്നു, ദൈവിക ജ്ഞാനമുണ്ടപ്പോൾ പ്രത്യാശ ഉണ്ടായിരുന്നു. എന്നാൽ മാനുഷിക ജ്ഞാനം ദൈവസഭയ്ക്കകത്ത് കയറിയപ്പോൾ കൃപാവരം മാറി പിണക്കമുണ്ടാകാൻ തുടങ്ങി. ദൈവിക ജ്ഞാനം മാറി മാനുഷിക സഭയ്ക്കകത്ത് കയറിയപ്പോൾ അവിടെ ഗ്രൂപ്പിസം ഉണ്ടാകാൻ തുടങ്ങി. ഇന്ന് പകൽ ഞാലിയാകുഴി ദൈവസഭയുടെ ആത്മാവിൽ ഞാനൊരു കാര്യം പറയാം: ഇതിനകത്ത് ഭരിക്കേണ്ടത് മനുഷ്യജ്ഞാനമല്ല, ഇതിനകത്ത് ഭരിക്കേണ്ടത് മാനുഷിക പ്രവൃത്തിയല്ല, ഇതിനകത്ത് ഭരിക്കേണ്ടത് ദൈവത്തിന്റെ ജ്ഞാനമാ, ഇതിനകത്ത് വ്യാപരിക്കേണ്ട ദൈവത്തിന്റെ ജ്ഞാനമാ. ഉപവാസ പ്രാർത്ഥനയുടെ 3-ാമത്തെ പകൽ ആത്മാവിൽ ഞാൻ പറയാം: മാനുഷിക ജ്ഞാനമല്ല ദൈവസഭയെ നയിക്കേണ്ടത്, മാനുഷിക ജ്ഞാനമല്ല ദൈവസഭയെ ഭരിക്കേണ്ടത്. ഇന്ന് പകൽ ദൈവിക ജ്ഞാനം ദൈവസഭയ്ക്കകത്തുണ്ടാകണം. ഹല്ലേലൂയ. ദൈവിക ജ്ഞാനം വന്നപ്പോൾ അവരുടെ ചിന്ത ഞങ്ങളെല്ലാവരും ഒന്നാണെന്നുള്ള ചിന്തയാണ്. ദൈവിക ജ്ഞാനം അവരുടെ ഉണ്ടായിരുന്നപ്പോൾ അവരുടെ അകത്തുണ്ടായിരുന്നത് ഞങ്ങളെല്ലാം ഒരപ്പത്തിന്റെ അംശികളെന്നുള്ള ചിന്തയാ. എന്നാൽ ദൈവിക ജ്ഞാനം മാറി ലോകജ്ഞാനം, മനുഷ്യന്റെ ജ്ഞാനം വന്നപ്പോൾ അവിടെ പറയുക: ഞങ്ങൾ അപ്പല്ലോസിന്റെ പക്ഷക്കാർ, ഞങ്ങൾ പൗലോസിന്റെ പക്ഷക്കാർ, ഞങ്ങൾ കേഫാവിന്റെ പക്ഷക്കാർ. മറ്റു ചിലർ പറയുക ഞങ്ങൾ ക്രിസ്തുവിന്റെ പക്ഷക്കാർ. ദൈവസഭയോട് ഈ വചനത്തിന്റെ ആദ്യ നിമിഷങ്ങളിൽ ഞാനൊരു കാര്യം പറയാം: ഇതിനകത്ത് ദൈവമക്കൾ ഗ്രൂപ്പിസം ഉണ്ടാകാനല്ല ദൈവം വിളിച്ചു വേർതിരിച്ചത്. ഇതിനകത്ത് പിണക്കങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാനല്ല ദൈവം നിന്നെ വിളിച്ചു വേർതിരിച്ചത്. ഈ പട്ടണത്തിന്റെ നടുവിൽ ദൈവസഭയെ നിർത്തിയതിന്റെ ഒറ്റ ഉദ്ദേശം ക്രിസ്തുവെന്ന ആ അടിസ്ഥാനത്തിൽ പണിയപ്പെടാൻ വേണ്ടിയാ, അവിടെ ഏക മനസ്സോടിരിപ്പാൻ വേണ്ടിയാ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ദൈവജനത്തോട് പറയാം: പിണക്കങ്ങൾ ഉണ്ടെങ്കിൽ, ഗ്രൂപ്പിസം ഉണ്ടെങ്കിൽ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥന അതിനെ മാറ്റുന്ന ഉപവാസ പ്രാർത്ഥനയായി മാറണം. ഹല്ലേലൂയ. ദൈവത്തോട് പ്രാർത്ഥിക്കണം: കർത്താവേ, അങ്ങനെ ഒരു ജ്ഞാനം ഞങ്ങൾക്ക് തരണം. മാനുഷിക ജ്ഞാനമല്ല നമ്മെ ഭരിക്കേണ്ടത്, മാനുഷിക ജ്ഞാനമല്ല നമ്മെ നയിക്കേണ്ടത്. മാനുഷിക ജ്ഞാനം നോക്കുന്ന ആരാ ബെറ്റർ എന്നാ നോക്കുന്നത്, ആരാ ശ്രേഷ്ഠൻ എന്നാ നോക്കുന്നത്. എന്ന ദൈവിക ജ്ഞാനത്തിന്റെ പ്രത്യേകത നാം എല്ലാവരും ശ്രേഷ്ഠന്മാരെന്ന് കാണുകയാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് പകൽ ആത്മാവിൽ മനസ്സിലാകുന്നുണ്ട് ഈ കാര്യം? ആദ്യ നിമിഷങ്ങളിൽ തന്നെ ദൈവത്തിന്റെ ആത്മാവ് ഇതിനെ ശുദ്ധീകരിച്ചു തുടങ്ങണം. ആദ്യ നിമിഷങ്ങളിൽ തന്നെ ദൈവജനത്തെ ശുദ്ധീകരിച്ചു തുടങ്ങണം. കാരണം നമ്മളിലുള്ള കീടം മാറിയെങ്കിൽ മാത്രമേ ദൈവപ്രവൃത്തി ഉണ്ടാകുകയുള്ളൂ. അടുത്ത ദിവസങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി തുടങ്ങിയല്ല, ഇന്ന് ദൈവത്തിന്റെ പ്രവൃത്തി തുടങ്ങണം. ഇന്ന് ദൈവത്തിന്റെ പ്രവൃത്തി തുടങ്ങണം. അതിന് വേണ്ട നമ്മുടെ കീടങ്ങൾ മാറണം. ഹല്ലേലൂയ. ദൈവിക ജ്ഞാനം മാറി മാനുഷിക ജ്ഞാനം വന്നു. മാനുഷിക ജ്ഞാനം വന്നപ്പോൾ സംഭവിച്ച ഒരു കാര്യം,
അവരുടെ ചിന്തകൾ മാറാൻ തുടങ്ങി. ഒന്നാമത്തെ പ്രശ്നം പിണക്കമാണെങ്കിൽ രണ്ടാമത്തെ പ്രശ്നത്തിലേക്ക് നമ്മൾ കൊടുക്കുന്നത് വ്യഭിചാരം ദൈവസഭയ്ക്കകത്തുണ്ടായിരുന്നു. അവിടെ പറയുന്നൊരു വാചകമുണ്ട്, അപ്പന്റെ ഭാര്യയോടുകൂടെ ശയിക്കുന്ന മകൻ. നിങ്ങളും ചിന്തിച്ചു നോക്കിക്കേ, വചനം അറിയാവുന്ന സഭയ്ക്കകത്ത് സംഭവിക്കുമോ? കൃപാവരമുള്ള സഭയ്ക്കകത്ത് സംഭവിക്കുമോ? ഒരുവൻ അന്യഭാഷ പറയുമ്പോൾ മറ്റൊരാൾ എന്ത് ചെയ്യുക? വ്യാഖ്യാനിക്കുക. ഇത്രയും നിറഞ്ഞു നിൽക്കുന്ന സഭയ്ക്കകത്ത് ഇങ്ങനെ സംഭവിക്കുന്നത് എങ്ങനെ? ഇന്ന് കർത്താവ് വന്നാൽ ഞാൻ ഉറപ്പോടെ പോകുമെന്ന് പറയുന്ന ദൈവമക്കളുടെ ഇടയിൽ എങ്ങനെ സംഭവിക്കുന്നത്? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇവിടെ സംഭവിച്ച ഒരു കാര്യം ദൈവജനത്തിന്റെ അധപ്പതനം എന്ന് പറയുന്നത്. ഈ അധപ്പതനം ഉണ്ടായിട്ടും ഇതിനകത്ത് പാട്ട് നടക്കുക, ഈ അധപ്പതനം ഉണ്ടായിട്ട് ഇതിനകത്ത് ആരാധന നടക്കുക. പക്ഷെ ഇതൊക്കെ ഒരു ചടങ്ങായി മാറുക. ദൈവമല്ല ഭരിക്കുന്നത്, ദൈവാത്മാവല്ല നിയന്ത്രിക്കുന്നത്. ആരൊക്കെയോ ചേർന്നങ്ങ് നയിക്കുക, ആരൊക്കെയോ ചേർന്നങ്ങ് കൂട്ടായ്മ കൊണ്ടുക, ആരൊക്കെയോ ചേർന്നങ്ങ് ഇതിനെ ഞാട് വലിക്കുക. എന്നാൽ ഇന്ന് പകൽ ഞാൻ ദൈവമക്കളോട് പറയാം, ദൈവസഭയെ ഭരിക്കേണ്ടത് ഒരു വ്യക്തി അല്ല, ദൈവസഭയെ ഭരിക്കേണ്ടത് ഒരു കൂട്ടമല്ല, ദൈവസഭയെ ഞാൻ വലിക്കേണ്ടത് ചില ആളുകളല്ല. ഹല്ലേലൂയ. ദൈവസഭയെ ഭരിക്കേണ്ടത് ദൈവത്തിന്റെ ആത്മാവാ. കാരണം എന്തെന്നറിയാം, ഇതിന്റെ ഉടയവൻ കർത്താവാ, ഇതിന്റെ ഉടയവൻ കർത്താവാ, ഇതിനെ രക്തം കൊണ്ട് വീണ്ടെടുത്ത കർത്താവാ. അങ്ങനെയെങ്കിൽ യേശുവിന്റെ നാമം ചലിക്കേണ്ടത്. ഹല്ലേലൂയ. ദൈവസഭയ്ക്കകത്ത് സംഭവിച്ച വ്യഭിചാരം എന്ന പ്രശ്നം എന്റെ വിഷയം അതല്ല. അടുത്ത പ്രശ്നം നമ്മൾ കാണുന്ന ദുർനടപ്പ് ദൈവസഭയ്ക്കകത്ത് കടക്കുക, വിഗ്രാർപ്പിതമായ ആഹാരം കഴിക്കുക. ഇങ്ങനെ പ്രശ്നങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിന്റെ ആത്മ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ ഇടയിൽ പ്രശ്നം പരിഹരിക്കാൻ ആളില്ലാഞ്ഞിട്ടാണോ നിങ്ങൾ എന്ത് ചെയ്യുന്നത്? പക്ഷെ മുൻപ് എങ്ങനായിരുന്നു? ദൈവിക ജ്ഞാനമുള്ളപ്പോൾ എങ്ങനായിരുന്നു? അവർ ചെയ്തത്, പ്രശ്നങ്ങൾ വന്നാൽ ദൈവത്തിൽ ആശ്രയിച്ച് അവരെന്ത് ചെയ്യുമായിരുന്നു. പക്ഷെ ഇന്ന് ആരുമില്ല. ഈ പ്രശ്നം മൊത്തം തീർക്കുന്നത് എവിടാ? നമ്മുടെ ഭാഷ പറഞ്ഞ കോടതിയിലാണ് കൊണ്ട് തീർക്കുന്നത്. കാരണം ദൈവിക ജ്ഞാനം മാറി. അതുകൊണ്ട് പൗലോസ് പറയുന്ന ഒരു ഭാഗമുണ്ട്, ചരിത്രകാരന്മാർ പറയുന്നത് ഇങ്ങനെ, ഈ ലേഖനം താൻ എഴുതിയത് രക്ഷിക്കപ്പെട്ടതിന് ശേഷം 20 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ലേഖനം കൊരിന്ത്യയിലെ വിശ്വാസികൾക്ക് എഴുതുന്നത്. ഈ 20 വർഷം കഴിഞ്ഞ് രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ കുറിച്ച് താൻ പറയുക, ആത്മികനോടെന്ന പോലല്ല ഞാൻ നിങ്ങളോട് എന്ത് ചെയ്യുന്നത്. രക്ഷിക്കപ്പെട്ട എത്ര വർഷമായി? നമ്മുടെ ഭാഷയെ പറഞ്ഞ രക്ഷിക്കപ്പെട്ടു 5 വർഷം കഴിഞ്ഞാൽ പറയും ഞാനല്ല തികഞ്ഞെന്ന് പറയും. 10 വർഷം കഴിഞ്ഞാൽ പറയും ഇങ്ങോട്ട് ആരും ഉപദേശിക്കാനൊന്നും. 15-20 വർഷം പറഞ്ഞാൽ പറയും ഞാൻ കുറെ നാളെ ഇതിനകത്ത് കിടന്ന് കളിക്കാൻ തുടങ്ങിയിട്ട്. നമ്മുടെ ഭാഷ ഇത്, ഞാൻ കുറച്ച് നാളെ ഇതിനകത്ത് കിടന്ന്, അതുകൊണ്ട് കൂടുതൽ എന്നെ എന്ത് ചെയ്യണ്ട. പക്ഷെ 20 വർഷം കഴിഞ്ഞ വിശ്വാസത്തോട് പറയുക, എനിക്ക് നിങ്ങളുടെ ആത്മീയനോട് നല്ല പോലെ സംസാരിക്കാൻ കഴിയുന്നത്. ഞാൻ പിന്നെ എങ്ങനെ സംസാരിക്കുന്നത്? ജഡീകൻ എന്ന പോലെ. എന്നാ സംഭവിച്ചത്? ദൈവിക ജ്ഞാനം മാറി, മാനുഷിക ജ്ഞാനം ഭരിക്കാൻ തുടങ്ങി. ഇങ്ങനെ സംഭവിച്ച കൊരിന്ത്യ സഭയോട് ദൈവത്തിന്റെ ആത്മാവ് ഒന്നുവരുന്ന ലേഖനത്തിൽ പറയുക, നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് എന്ത് ചെയ്യണം? മടങ്ങി വരണം. ഇത് പറഞ്ഞ ദൈവദാസനോട് ആര് കയറാൻ തുടങ്ങി? ദൈവമക്കൾ എന്ത് ചെയ്യാൻ തുടങ്ങി? നിന്നെ ആരാ ശുശ്രൂഷിക്കുക? അവിടെ താൻ പറയുക, എന്നെ ശുശ്രൂഷയ്ക്ക് വിളിച്ചത് കേവലം മനുഷ്യനല്ല, എന്നെ ശുശ്രൂഷയ്ക്ക് വിളിച്ചത് ദൈവമാ. അത് താൻ പ്രൂവ് ചെയ്യാൻ പറയുക. എങ്കിലും ഈ അത്യന്ത ശക്തി അപ്പൊ എന്നെ വിളിച്ചതിന്റെ തെളിവെന്താ? എന്നെ വിളിച്ചതിന്റെ തെളിവ് എന്റെ അകത്തൊരു നിക്ഷേപം ഉണ്ടെന്ന്. സ്തോത്രം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഞാൻ അവിടെ നിന്നുകൊണ്ട് ശാന്തമായി ഈ ദൈവത്തെ കിടക്കാൻ പോകുക. നിങ്ങൾ ഈ കൊരിന്ത് പട്ടണത്തെ നിങ്ങൾ പഠിക്കുമ്പോൾ 3 പദങ്ങൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്. 3 പദങ്ങൾ ഈ കൊരിന്ത് പട്ടണത്തെ പറ്റി പഠിപ്പിക്കുമ്പോൾ. ഒന്നാമത്തെ പദമാ, ഇത് സൗന്ദര്യത്തിന്റെ പട്ടണമാ. 2, ഇത് സമൃദ്ധിയുടെ പട്ടണമാ. 3, മ്ലേച്ഛതയുടെ നാടാ. ഒന്ന് ചേർന്ന് പറഞ്ഞു. 1 സൗന്ദര്യത്തിന്റെ പട്ടണം, സമൃദ്ധിയുടെ പട്ടണം, 3 മ്ലേച്ഛതയുടെ പട്ടണം. ഇവിടെ ചെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു വാചകമുണ്ട്,
ക്രൂശിതരല്ലാതെ എനിക്ക് മറ്റൊന്നും അറിയാത്തവനെ നിങ്ങളുടെ മുൻപിൽ ഇരിക്കാൻ എനിക്കെന്താ? അപ്പൊ തൻ്റെ ആഗ്രഹം എനിക്ക് നിങ്ങളോട് പ്രസംഗിക്കാൻ ഒറ്റ കാര്യമുള്ളൂ. ഏത്? ക്രൂശ് അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി എന്ത് ചെയ്യണം? നിങ്ങളുടെ മുൻപിൽ എന്ത് ചെയ്യണം? അപ്പോൾ ഈ പട്ടണത്തിൽ ചെന്ന് താൻ ദൈവസനെ പ്രസംഗിച്ച ഒറ്റ പ്രസംഗം, ക്രൂശിക്കപ്പെട്ടവ യേശു ക്രിസ്തുവിനെ കുറിച്ച് എന്ത് ചെയ്തു? പ്രസംഗിച്ചു. ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പറ്റി പ്രസംഗിച്ചപ്പോൾ ക്രൂശിന്റെ ജ്ഞാനം ഇവരിലിടയുണ്ട്. സംഭവിച്ചൊരു കാര്യമുണ്ട്. പാപബോധം ഉണ്ടാക്കി. ഇവർ രക്ഷിക്കപ്പെട്ടു. ഇവർ ദൈവസനിലേക്ക് കടന്നു വന്നു. നിങ്ങൾ 1 കൊരിന്ത്യർ ലേഖനം മുതൽ ഇങ്ങോട്ട് പഠിച്ചു വരുമ്പോൾ ഇങ്ങനെ പാപബോധമുണ്ടായ ജനത്തിന് സംഭവിച്ച കാര്യം പറയുന്നുണ്ട്. ഒന്ന്, അവരെ കുറിച്ച് പറയുക, ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൽ വളർന്നവരാ. എന്ന് പറഞ്ഞാൽ ക്രിസ്തു എന്ന അടിസ്ഥാനം, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൽ ഇവരെന്ത് ചെയ്തു? രണ്ടാമത്തെ കാര്യം പറയുക, ക്രൂശിന്റെ വചനത്തിന്മേൽ ഇവരെന്ത് വരാ? വളർന്നവരാ. മൂന്നാമത്തെ കാര്യം പറയാം, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഇവരെന്ത് ചെയ്തു? അപ്പൊ എങ്ങനെയാ വളർന്നത്? ഒന്ന്, അടിസ്ഥാനം എന്ന് പറയുന്നത് ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൽ. രണ്ടാമത്തെ കാര്യം പറയുക, ക്രൂശിന്റെ വചനത്തിന്മേൽ. മൂന്നാമത്തെ കാര്യം പറയുകയാണ്, പരിശുദ്ധാത്മാവിനാൽ എന്ത് ചെയ്തു? ഇങ്ങനെ വന്നൊരു സഭ. പക്ഷെ കാലം മുൻപോട്ട് പോയപ്പോൾ ഇവരെ എന്തിനാ വിളിച്ചതെന്ന് പോലും ഇവരെന്ത് ചെയ്തു? അതുകൊണ്ട് പൗലോസ് ആ വാക്യത്തിൽ അങ്ങനെ പറയാൻ കാരണം, എന്തിനാ ഇവരെ ഇറങ്ങി തിരിച്ചെന്നുള്ള പോലെ കാര്യം ഇവരെന്ത് ചെയ്തു? എങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്നത്? നിങ്ങളുടെ ഇവിടെ മനോഭാവം നോക്കിയാൽ കൃത്യമായി പറയും. പൗലോസ് അത് വളരെ വ്യക്തമായി വരച്ചു കാട്ടിട്ടുണ്ട്. ഒന്ന്, ആ വാക്യത്തിലേക്കൊന്ന് വന്നേ. ഇവർ ആദ്യ സമയങ്ങളിൽ ഇവരുടെ സാക്ഷി, ഇവരുടെ മനോഭാവം എന്ന് പറയുന്നത് 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 27-ാം വാക്യത്തിലാണ്. അവിടെ ഇങ്ങനെ പറയുന്നത്, ജ്ഞാനികളെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ എന്ത് തെരഞ്ഞെടുത്തു? നിങ്ങളെ വാക്യം കണ്ടോ? 1:27. ജ്ഞാനികളെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ എന്ത് ചെയ്തു? അപ്പൊ രക്ഷിക്കപ്പെട്ട നാളിൽ അവരുടെ മനോഭാവം എന്താ? ഞങ്ങൾ ആരാ? ഞങ്ങൾ ഭോഷന്മാരാ. ഈ ഭോഷന്മാരായ ഞങ്ങളെ ദൈവം എന്ത് ചെയ്തു? ആരെ ലജ്ജിപ്പാൻ? എന്തുകൊണ്ട് പൗലോസ് അങ്ങനെ പറയാൻ കാരണം? കൊരിന്ത്യയിലെ തർക്കശാസ്ത്രങ്ങളും ജ്ഞാനികളുടെ നടുവിൽ, വിദ്യാസമ്പന്നരുള്ള ആ ജനത്തിന്റെ നടുവിൽ അവരെ ലജ്ജിപ്പിപ്പാൻ ദൈവം ആരെ തിരഞ്ഞെടുത്തത്? ഭോക്ഷമായ ദൈവം എന്ത് ചെയ്തു? പിന്നെ നിങ്ങൾ എല്ലാവരും എന്നെ നോക്കിയേ. ഇറങ്ങിയ നാളിലും നമ്മൾ ഇപ്പോഴും സാക്ഷ്യം പറയാറുണ്ട്, കർത്താവെ ഒരു യോഗ്യതയില്ലായിരുന്നു, പക്ഷെ ദൈവം എന്നെ എന്ത് ചെയ്തു? പറയാറില്ലേ? നമ്മളാരും പറയാറുണ്ട്. കാരണം നമ്മുടെ ഒറ്റ സാക്ഷ്യം ഇതായിരുന്നു, ഞങ്ങൾ ഒരു തരത്തിലും എന്തല്ലാരും യോഗ്യർ, പക്ഷെ ദൈവം ഞങ്ങളെ എന്ത് ചെയ്യുക? കൊരിന്ത്യയിലെ വിശ്വാസികൾ ആദ്യം ഇറങ്ങിയപ്പോൾ അവരുടെ സാക്ഷ്യം ഇതാ, അവരുടെ മനോഭാവം ഇതാ. ജ്ഞാനികളെ ദൈവം ലജ്ജിപ്പാൻ ഞങ്ങളെ ആരെന്ത് ചെയ്തു? ഞങ്ങൾ ആരാ? പോഷത്വമാ. അവരുടെ മുൻപിൽ നോക്കി ഞങ്ങൾ ആരാ? ആ പോഷത്വമായതിന് ദൈവം ഞങ്ങളെ എന്ത് ചെയ്തു? അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. അടുത്ത വാക്യം നോക്കി. അടുത്ത വാക്യത്തിൽ പറയുകയാണ്, ബലമുള്ളതിനെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് എന്ത് ചെയ്തു? അപ്പൊ ലോകപ്രകാരം നോക്കി ഞങ്ങൾ ആരാ? ഞങ്ങൾ ബലഹീനരാ. ബലമുള്ളത് പലതും അവിടെ ഉണ്ട്. അവരെ ദൈവം തെരഞ്ഞെടുക്കാൻ ഞങ്ങളെ ദൈവം എന്ത് ചെയ്തു? അപ്പൊ അവരോട് നിങ്ങൾ ചോദിച്ചാൽ എന്താ ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തെന്ന് ചോദിച്ചാൽ അവർ പറയുക, അയ്യോ നോയിക്കേ, കൊരിന്ത്യയിൽ എന്തുമാത്രം ജ്ഞാനികൾ ഉണ്ടായിരുന്നു, പക്ഷെ അവരെ ആരും ദൈവം എന്ത് ചെയ്തില്ല. പക്ഷെ ദൈവം ഞങ്ങളെ എന്ത് ചെയ്തു? ബലമുള്ളവർ പലരും വിദേശത്തുണ്ടായിരുന്നു, പക്ഷെ അവരെ ആരും ദൈവം എന്ത് ചെയ്തില്ല. പക്ഷെ ദൈവം ഞങ്ങളെ എന്ത് ചെയ്തു? ബലഹീനരാ ഞങ്ങളെ എന്ത് ചെയ്തു? അപ്പൊ അവരുടെ എപ്പോഴുമുള്ള ഒരു മനോഭാവം എന്ന് പറഞ്ഞാൽ ദൈവം യോഗ്യമല്ലാതെ ഞങ്ങളെ ദൈവം എന്ത് ചെയ്തു? അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചേക്ക്, ഈ ഒരു മനോഭാവത്തോട് അവർ ദൈവസന്നിധി കടന്നു വരും. ഇവരുടെ എക്സ്പ്രഷൻ എങ്ങനെ ആയിരിക്കും? നമ്മളിരിക്കുന്നവരെ കൈവിട്ടിരിക്കുകയാണോ? നമ്മളിരിക്കുന്നവരെ വാവൂട്ടിയിരിക്കുകയാണോ? അല്ല. ഈ മനോഭാവം അകത്തുള്ളതുകൊണ്ട് അവർ ദൈവസന്നിധി പറയും, ദൈവമേ ഞങ്ങളെ ദൈവം തെരഞ്ഞെടുത്തതിന് ഓർത്തും ദൈവത്തോട് ദൈവം എന്ത് ചെയ്യുന്നു? അവരെന്ത് ചെയ്യും? ഓരോ നിമിഷം അവരെന്ത് ചെയ്യും അറിയുക? ദൈവത്തോട് എന്ത് ചെയ്യുക? അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് ചോദിക്കുക, കൊരിന്ത്യ സഭയിൽ അന്നത്തെ ആരാധന എത്ര മനോഹരമെന്ന് ആലോചിച്ച് ചോദിക്കുക. ഞങ്ങൾ പാസ്റ്റർമാർ പറയണോ ഒന്ന് കൈ ഉയർത്തിക്കേ, വാ തുറന്നേ എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ?
ഇല്ല. കാരണം അവരുടെ അകത്തെ മനോഭാവം എന്താ? ഞങ്ങൾ ആരാ? പറഞ്ഞേ, ഞങ്ങൾ ആരാ? ഭോഷത്വമുള്ളവർ. പക്ഷേ ആ ഭോഷത്വമായത് ദൈവം എന്ത് ചെയ്തു? ഞങ്ങൾ ആരാ? ബലഹീനരാ. പക്ഷെ ദൈവം ഞങ്ങളെ എന്ത് ചെയ്തു? സത്യം പറഞ്ഞ ഈ ആത്മസമർപ്പണം ഉള്ളത് കൊണ്ട് ഞാൻ മനസ്സിലാക്കിയത് ദൈവവചനത്തിന് കുറവുണ്ടായിരുന്നത്. ഈ ആത്മസമർപ്പണം ഉണ്ടായിരുന്നുകൊണ്ട് പരിജ്ഞാനം ഉണ്ടായിരുന്നത്. ഈ ആത്മസമർപ്പണം ഉണ്ടായിരുന്നുകൊണ്ട് കൃപാവരത്തിന് കുറവില്ലാതിരുന്നത്. ഈ ആത്മസമർപ്പണം ഉള്ളവർ അവർ ചിന്തിച്ചൊരു കാര്യമാണ്, ഞങ്ങളുടെ കർത്താവ് ഇപ്പോൾ വരുമെന്ന് അവരെന്ത് ചെയ്തു? ഹല്ലേലൂയ. ഈ ചിന്ത അകത്തുണ്ടായിരുന്നത്. എന്നാൽ കാലങ്ങൾ അങ്ങോട്ട് മുൻപോട്ട് മാറിയപ്പോൾ ഈ മനോഭാവമൊക്കെ മാറി. മനോഭാവം മാറിയിട്ട് ഇവരുടെ മനോഭാവത്തെ എന്തെങ്കിലും പൗലോസ് ഇവിടെ വളരെ വ്യക്തമായി പറയുക. നിങ്ങൾ 4-ാം അധ്യായത്തിലേക്ക് വന്നേ. 4:10 പറയുക, ഞങ്ങൾ ക്രിസ്തു നിമിത്തം ആരാ? ഭോഷന്മാർ. ഇതാരാ പറയുന്നത്? അപ്പോസ്തലനായ പൗലോസ് പറയുക, ഞങ്ങൾ ആരാ? ക്രിസ്തു നിമിത്തം. മുൻപും പൗലോസിന് അതേ പറയാനുള്ളായിരുന്നു. ഞങ്ങൾ ബലഹീനരാണ്, ഞങ്ങൾ ഭോഷന്മാരാണ്. അവരെ ഞങ്ങളെ എന്ത് ചെയ്തു? ദൈവം എന്ത് ചെയ്തു? കുറെ നാള് കഴിഞ്ഞിട്ട് പൗലോസിന്റെ മനോഭാവം മാറിയില്ല. പൗലോസ് പറയുക, ക്രിസ്തുവത്വം ഞങ്ങൾ ആരാ? പക്ഷെ വിശ്വാസത്തിൽ പറയുന്നത് നോക്കി, നിങ്ങൾ ക്രിസ്തു നിമിത്തം ക്രിസ്തുവിൽ ആരാ? വിവേകികൾ. ഞങ്ങൾ ബലഹീനർ, നിങ്ങൾ ആരാ? അടുത്ത് നോക്കിയേ, നിങ്ങൾ മഹത്വകൾ, ഞങ്ങൾ ആരാ? മുൻപത്തെ മനോഭാവം എന്നാല്? ഞങ്ങൾ ഭോഷന്മാരാണ്, ഞങ്ങൾ ആരാണ്? പക്ഷെ ഇപ്പത്തെ സാക്ഷ്യം എന്താ? ഞങ്ങൾ ആരായി മാറി? ഞങ്ങൾ ബലവാന്മാരായി മാറി, ഞങ്ങള് മഹത്വങ്ങളായി മാറി, ഞങ്ങൾ ക്രിസ്തു നിമിത്തം. ആ പദം കണ്ടോ? ആ പദം നിങ്ങൾ ശ്രദ്ധിച്ചോ? ക്രിസ്തുവിലല്ല, ക്രിസ്തു നിമിത്തം ഞങ്ങൾ ആരായി മാറി? ആ പദങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ആവശ്യമാണ്. എന്താ ഈ ദൈവജനത്തിന് പറ്റിയത്? ഈ ദൈവജനത്തിന് പറ്റിയൊരു കാര്യം, ദൈവം അവരുടെ പുറമേ ഒക്കെ ഒരു വ്യത്യാസം വരുത്തിയപ്പോൾ ഇവർ ചിന്തിച്ചു, ഞങ്ങൾ ലോകത്തിൽ മാനിക്കപ്പെട്ടവരായി മാറി. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? പുറമോടിയൊക്കെ ഒന്ന് മാറിയപ്പോൾ അവർ പറയുക, ഞങ്ങൾ മഹത്തുക്കളായി മാറി, ഞങ്ങളുടെ വേഗങ്ങളായി മാറി. പക്ഷെ പൗലോസിന്റെ അവസ്ഥയ്ക്ക് എന്ത് ചെയ്യുന്നില്ല? ഒരു മാറ്റവും. എന്ന് പറഞ്ഞാൽ ഈ ദൈവജനത്തിന് പറ്റിയത്, പുറമേയുള്ള മാറ്റത്തിനകത്ത് അവർ ചിന്തിച്ചു, ദൈവം ഞങ്ങളുടെ. ഇതാ ദൈവസഭകൾക്കും പറ്റുന്ന ഒരു മൂലച്യുതി. പുറമേ ദൈവം ഒന്ന് അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചിന്ത, ദൈവം നമ്മെ എന്ത് ചെയ്തിരിക്കുക? എന്നെ ഇങ്ങനെ വരാൻ കാരണം ഒറ്റ കാരണമാണ്. കൊരിന്തെന്ന പട്ടണം ആഡംബരത്തിന്റെ പട്ടണമാണ്. ഇത് വിട്ടിട്ടാ ഇവരാരിലേക്ക് വന്നത്. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവം പുറമേയുള്ള അവസ്ഥയൊക്കെ മാറ്റം വരുത്തിയപ്പോൾ ഇതിലേക്ക് ആര് തിരിച്ചുപോയി? വിശ്വാസികൾ എന്ത് ചെയ്തു? ഇപ്പോൾ അവർ പറയുക, പണ്ട് ഞങ്ങൾക്കിവിടെ യാതൊരു സ്റ്റാറ്റസും ഇല്ലായിരുന്നു, എന്നാൽ ക്രിസ്തുവിൽ വന്നതോടെ ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചു? സമൂഹത്തിൽ ഞങ്ങൾ കുറച്ച് വിലയായി, ഞങ്ങൾക്ക് കുറച്ച് സ്റ്റാറ്റസ് കോ ആയി, ഞങ്ങൾ അങ്ങനെയൊക്കെ എന്ത് ചെയ്തു? മാറ്റം സംഭവിച്ചു. പക്ഷെ പൗലോസിനെ നോക്കുമ്പോൾ ഇന്നും എന്ത് ചെയ്യുന്നുണ്ടല്ല ഈ മാറ്റം. നിങ്ങൾ ആശയത്തിലൂടെ വരുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. പൗലോസിനെ നോക്കുമ്പോൾ ഇതിനകത്ത് ഒരു മാറ്റം എന്ത് ചെയ്യുന്നില്ല. ഇങ്ങനെയുള്ള ചിന്തയിൽ പൗലോസിനോട് ഇവർ ചോദിക്കുക, നിന്നെ ആരാ? അപ്പോസ്തലൻ, നിന്നെ ആരാ ശുശ്രൂഷയ്ക്ക്? ഇതാ ആ വാക്യത്തിന്റെ പശ്ചാത്തലം. ഞാൻ ദൈവജനത്തിലുള്ള ശാന്തമായ ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് ദൈവം പുറമേ നൽകുന്ന സകല ഭൗതിക അനുഗ്രഹത്തിനും സ്തോത്രം ചെയ്തോണം. പക്ഷെ അതല്ല ദൈവിക അനുഗ്രഹത്തിന്റെ ലക്ഷണം. നിങ്ങൾ സ്തോത്രം പറയാൻ കഴിയും ഇതിനകത്ത്? അതല്ല ദൈവിക അനുഗ്രഹത്തിന്റെ ലക്ഷണം. ദൈവിക അനുഗ്രഹത്തിന്റെ ലക്ഷണം നീയും ദൈവമായിട്ടുള്ള ബന്ധമാണ്.
ഞാനൊരു കാര്യം ദൈവമക്കളോട് നിന്ന് പറയാം, നമ്മുടെ ചിന്തകൾ ഓരോ ഉപവാസ പ്രാർത്ഥന റിവൈവലായി മാറണമെന്നല്ലേ? അങ്ങനല്ലേ ആഗ്രഹം? ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് വന്നത് അത് തന്നെയല്ലേ? റിവൈവലായി മാറണമെങ്കിൽ നഷ്ടപ്പെട്ട ബന്ധത്തിലേക്ക് ആദ്യം മടങ്ങി വരണം. അങ്ങനെ കേൾക്കുന്നുണ്ടോ? നഷ്ടപ്പെട്ട ദൈവിക ബന്ധത്തിലേക്ക് എന്ത് ചെയ്യണം? എവിടെ മടങ്ങി വരും ഉണ്ടാകുമോ അവിടെ ദൈവപ്രവൃത്തി ഉണ്ടാകും. ഈ വിശ്വാസികൾ സംഭവിച്ച ഒരു കാര്യം, പുറമെയുള്ള ആഡംബരത്തിൽ അവർ ചിന്തിച്ചു ദൈവം ഞങ്ങളുടെ കൂടെയാ, ഞങ്ങളെ അനുഗ്രഹിച്ചു. പക്ഷെ അപ്പോസ്തലൻ പൗലോസ് പറയും, അല്ല, അതല്ല അനുഗ്രഹം. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഏറ്റവും വലിയ അനുഗ്രഹം. അപ്പൊ ഇത് പറഞ്ഞ അപ്പോസ്തലനെ പൗലോസിനെതിരെ ആര് തിരിയുക? ദൈവമക്കൾ എന്ത് ചെയ്യുക? എന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, എന്തൊക്കെയാ തിരിഞ്ഞതെന്നുള്ളത്. 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം മുതൽ അവസാനത്തെ അധ്യായം വരെ വായിക്കുമ്പോൾ ഒന്ന് മാറി അക്കമിട്ട് അവർ നിരത്തുകയാണ്. എന്താ പൗലോസിനെതിരെ അവർ ചിന്തിക്കുന്ന പറയുക? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം അതിന്റെ 16-17 വാക്യങ്ങൾ. അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ആ വാക്യം ഇങ്ങനെ വായിക്കുന്നത്, മുൻപേ നിങ്ങളുടെ അടുക്കൽ വരുവാനും ആ വഴി മക്കദോനിക്ക് പോയി പിന്നെയും മക്കദോനിൽ നിന്ന് നിങ്ങളുടെ അടുക്കൽ വരുവാനും നിങ്ങൾ ആ യഹൂദയിലേക്ക് യാത്രയായിക്കൊണ്ട് ഞാൻ എന്ത് ചെയ്തിരുന്നു? അടുത്ത വാക്യം നോക്കിയേ. ഇങ്ങനെ വിചാരിച്ചതിൽ ഞാൻ ചാബല്യം അല്ലെങ്കിൽ എൻ്റെ വാക്ക് ഉവ്വ് ഇല്ല എന്നും ആകാതെ വണ്ണം എൻ്റെ നിരൂപണം. അപ്പോൾ ഒന്നാമത്തെ പ്രശ്നം ഈ വിശ്വാസികൾ പറയുക, പൗലോസേ നീ മുൻപ് പറഞ്ഞായിരുന്നല്ലോ, അതിലെയൊക്കെ കറങ്ങിപ്പോയിട്ട് ഞങ്ങളുടെ അടുക്കൽ വരാമെന്ന് എന്ത് ചെയ്തായിരുന്നല്ലോ. പക്ഷെ നീ പറയുന്നത് പോലെ ഒന്നും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നടക്കുന്നില്ല. നിന്റെ ട്രാവൽ പ്ലാനുകളൊന്നും എന്ത് ചെയ്യുന്നില്ല. എന്നെ ശ്രദ്ധിച്ചിരുന്നോണേ, നമ്മൾ ആ വാക്യത്തിലേക്ക് കടന്നു വരിക. നീ പറഞ്ഞ ട്രാവൽ പ്ലാനുകളൊന്നും എന്ത് ചെയ്യുന്നില്ല. ദൈവം നിന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നീ പറയുന്നൊക്കെ എന്ത് ചെയ്യണം? ഹലോ, പക്ഷെ ഞങ്ങൾ നോക്കിക്കേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനെല്ലാം മറുപടി. ഞങ്ങൾ ഏത് വിഷയം ദൈവസേനയിൽ പ്രാർത്ഥിച്ചാൽ ആ വിഷയങ്ങൾക്കെല്ലാം എന്തുണ്ട്. പക്ഷെ നീ പറയുന്ന കാര്യമൊന്നും എന്ത് ചെയ്യുന്നില്ല. അപ്പം ദൈവം നിന്റെ കൂടെ ഉണ്ടോ ഞങ്ങളുടെ കൂടാണോ? നമ്മൾ ഇതേ ചോദ്യം ചോദിക്കാറില്ലേ? പുള്ളി പലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, പക്ഷെ പുള്ളി പ്രാർത്ഥിച്ചാലൊന്നും എന്ത് ചെയ്യുന്നില്ല. പലരുടെ രോഗങ്ങൾ മാറുന്നില്ല, പക്ഷെ പുള്ളിയുടെ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല. അപ്പൊ പൗലോസേ നീ നോക്ക, നിന്റെ പ്രാർത്ഥിക്കുന്നതിന് മറുപടി കിട്ടുന്നില്ല. നീ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളും എന്ത് ചെയ്യുന്നില്ല. നിന്റെ സാഹചര്യം എന്ത് ചെയ്യുന്നില്ല. പക്ഷെ ഞങ്ങളെ നോക്കിക്കേ, ഞങ്ങൾക്ക് പണ്ട് സമൂഹത്തിൽ എന്തില്ലായിരുന്നു, പക്ഷെ ഇപ്പം ഞങ്ങൾക്ക് എന്തുണ്ട്. അപ്പം ദൈവം നിന്റെ കൂടെ ഉണ്ടോ? നീ പറയുന്നതിനകത്തൊക്കെ ദൈവത്തിന്റെ വാക്കുകൾ തന്നെ ആണോ? ഇതാരോട് ചോദിക്കുക? അപ്പോസ്തലനായ പൗലോസിനോട് ആര് ചോദിക്കുക? കൊരിന്ത്യയിലെ മാനുഷികമായി ചിന്തിച്ചാൽ അവർ പറയുന്നത് ശരിയല്ലേ? അല്ലേ? ഇത്രയും പ്രാർത്ഥിക്കുന്ന വ്യക്തി പറയുന്നതൊക്കെ എന്ത് ചെയ്യും? നടക്കണ്ടേ? ഇത്രയും പ്രാർത്ഥിക്കുന്ന വ്യക്തി, വലിയ പ്രസംഗം പ്രസംഗിക്കുന്ന വ്യക്തി പറയുന്ന ട്രാവൽ പ്ലാനൊക്കെ എന്ത് ചെയ്യണ്ടേ? പക്ഷെ ഇതൊന്നും എന്ത് ചെയ്യുന്നില്ല. അപ്പൊ ദൈവം ആരോടാ? സ്വോത്രം. ഒന്നാമത്തെ വിഷയം അതാ, അവിടെ കൊണ്ട് അവസാനിക്കുക. രണ്ടാമത്തെ വിഷയം അടുത്ത അധ്യായത്തിൽ കടങ്ങിയ 3-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ അടുത്ത പ്രശ്നം പറയുന്നത്, ഞങ്ങൾ പിന്നെയും ഞങ്ങളെ തന്നെ ശ്ലാഘിപ്പാൻ അല്ല ചിലർ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ശ്ലാഘ്യപത്രം കാണിപ്പാനാകട്ടെ, നിങ്ങളോട് വാങ്ങുവാനാകട്ടെ ഞങ്ങൾക്ക്. അപ്പൊ രണ്ടാമത്തെ പ്രശ്നം ശ്ലാഘ്യപത്രം. എന്താ വാക്കിന്റെ അർത്ഥം എന്നറിയാമോ? ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്ന കമന്റേഷൻ പേപ്പർ എന്നാ. കമന്റേഷൻ പേപ്പർ എന്ന് പറഞ്ഞാൽ പൗലോസ് ചോദിക്കുക, നിങ്ങളിപ്പോ എൻ്റെ കയ്യിൽ നിന്ന് കമന്റേഷൻ പേപ്പർ ചോദിക്കുകയാണോ? എന്നിട്ട് മനസ്സിലായില്ലെന്ന് എനിക്കറിയാം. ഒന്നുകൂടെ കൃത്യമായി പറയാം. പാസ്റ്റേ,
പാസ്റ്റർ ഏത് ബൈബിൾ കോളേജിലാണ് പഠിച്ചത്? അല്ലെങ്കിൽ പാസ്റ്റർ ക്രെഡൻഷ്യൽ എവിടുന്നാ? ഒന്നും കൂടെ ചേർന്ന് പറയാം, എവിടുന്നാ നിന്നെ അപ്പോസ്തലനാക്കി വിട്ടതെന്നുള്ള കമന്റേഷൻ പേപ്പർ ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചേ. പക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് ഇതൊന്നും അവർ ചോദിച്ചില്ല. വർഷങ്ങൾക്ക് മുമ്പ് അവരൊന്നും ചോദിച്ചില്ല. അന്ന് പൗലോസ് പറഞ്ഞു ഒരൊറ്റ വചനം അവർ സ്വീകരിച്ചു. അതേത് വചനമെന്നറിയോ? ക്രൂശിന്റെ വചനം അവർ കേട്ടപ്പോൾ അവർക്ക് അന്ന് ഏത് കമന്റേഷനാണ്, എവിടുത്തെ ക്രെഡൻഷ്യൽ അവർക്ക് അറിയണ്ടായിരുന്നു. അവർക്കറിയേണ്ട ഒന്ന് മാത്രം, ക്രൂശിന്റെ വചനം ഞങ്ങൾ രക്ഷയിലേക്ക് നയിച്ചു എന്ന് മാത്രമാണ്. പക്ഷെ കാലങ്ങൾ മുൻപോട്ട് പോയപ്പോൾ ലോകത്തിന്റെ ചിന്ത അകത്ത് കയറിയപ്പോ ചോദിക്കുക, രക്ഷിക്കപ്പെട്ടതൊക്കെ ശരിയാ, പക്ഷെ പാസ്റ്റർ ആരാ? സ്വോത്രം പാസ്റ്റർ ആരാ ഇങ്ങോട്ട് അയച്ചത്? പാസ്റ്റർക്കാരാ ക്രെഡൻഷ്യൽ വന്നത്? പാസ്റ്റർ ഏത് ബൈബിൾ കോളേജിലാണ് പഠിച്ചത്? എന്താ സംഭവിച്ചൊരു കാര്യം? ദൈവജ്ഞാനം മാറി, ദൈവത്തോടുള്ള ചിന്ത മാറി, അവരുടെ ഏകാഗ്രത മാറി. അവരിപ്പോ ഏത് വഴി നോക്കാൻ തുടങ്ങി? മാനുഷിക വഴി നോക്കാൻ തുടങ്ങി. ഇന്ന് പകൽ ഞാൻ ദൈവജനത്തോട് പറയാം, മിടുക്കന്മാരെ അല്ല ദൈവസഭയ്ക്കകത്ത് വേണ്ടത്. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? മിടുക്കന്മാരെ അല്ല ദൈവസഭയ്ക്കകത്ത് വേണ്ടത്. ദൈവസഭയ്ക്ക് വേണ്ടത് അഭിഷേകമുള്ളവരെയാ. ദൈവസഭയ്ക്ക് വേണ്ടത് അഭിഷേകമുള്ളവരെയാ. അങ്ങനെങ്കിൽ ഞാൻ ദൈവജനത്തിന് പറയാം, മാനുഷിക ചിന്തയിൽ അല്ല നാം കാണേണ്ടത്, ദൈവിക ചിന്തയിൽ കാണാൻ തുടങ്ങണം. ദൈവിക ചിന്തയിൽ നാം കാണാൻ തുടങ്ങുമ്പോൾ ലോകത്തിന്റെ മിടുക്കന്മാരെ അല്ല ദൈവസഭയ്ക്ക് വേണ്ടത്, അവിടെ ദൈവത്തിന്റെ അഭിഷേകമുള്ളവരെയാ. ഹല്ലേലൂയ. അപ്പോസ്തലൻ പൗലോസിനെ ചോദിക്കുക, നീ എവിടുന്നാ വന്നത്? എന്റെ ഭാഷയിൽ പറഞ്ഞാൽ, പണ്ട് ഈ അപ്പോസ്തലൻ പൗലോസിനെ വിശ്വസിച്ച ഇവരെല്ലാവരും ആരെ മാറി? വിശ്വാസികളായി മാറിയവർ വിശ്വസിക്കാൻ കൊള്ളാത്ത അവസ്ഥയിലേക്കായി. നിങ്ങൾ ഞാൻ പറഞ്ഞു കേട്ടോ? വിശ്വാസികളായി മാറിയവർ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അവർ ചോദിക്കുക, എവിടുന്നാ വന്നത്? അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. അടുത്ത നോക്കിയ 10-ാം അധ്യായം 10-ാം വാക്യത്തിൽ അടുത്ത കാര്യം പറയുക. അടുത്ത കാര്യം ഇങ്ങനെ പറയുന്നത്, ആ പദം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 10-ന്റെ 10, അവന്റെ ലേഖനങ്ങൾ ഏറ്റവും ഘനവും ഊറ്റവുമുള്ളത് തന്നെ, ശരീരസന്നിധിയോ ബലഹീനവും, വാക്ക് എങ്ങനെ എഴുതിയിരിക്കുന്നത്? നിന്ദ്യോമത്രേ എന്ന് ചിലർ. അപ്പൊ കൊരിന്ത്യർ വിശ്വാസികൾ പറയുക, അവന്റെ ലേഖനങ്ങളൊക്കെ എന്താ? കൊള്ളാം, ഈടുറ്റതാ, ഘനമേറിയതാ. പക്ഷെ എഴുന്നേറ്റ് നിന്ന ഒന്ന് കാണാൻ എന്ത് ചെയ്തില്ല. അങ്ങനെ എഴുതിയിരിക്കുന്നേ, ശരീരസന്നിധിയോ. എഴുത്തൊക്കെ വളരെ വ്യക്തമാണ്, പക്ഷെ ഞങ്ങളുടെ ദൈവദാസനെ കാണാൻ അത്രേ കൊള്ളത്തില്ല. ശരീരസന്നിധിയോ. നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ പൗലോസിനെ കുറിച്ചൊന്നും അറിയാമെന്ന് അറിയത്തില്ല. വേദപഠിതാക്കൾ പറയുന്ന ഒരു ചിന്ത ഞാൻ പറഞ്ഞുതരാം. പെൻസിൽ ടൈപ്പിലിരിക്കുന്ന ഒരു മനുഷ്യൻ ആരെന്ന് പറയുന്നത്? പൗലോസ്. ഇദ്ദേഹത്തിന്റെ ശരീരസന്നിധി വിവരിച്ചിരിക്കുന്നത്, കാല് 2 റാ പോലെ എന്ത് ചെയ്തിരിക്കുക? വളഞ്ഞിരിക്കുക. ഈ ഐബ്രോസ് തമ്മിൽ ഒരു ഗ്യാപ്പില്ലാതെ തമ്മിൽ കൂട്ടിമുട്ടിയിരിക്കുക. നമ്മുടെ ഐബ്രോസിന്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട്, അതുകൊണ്ട് സൗന്ദര്യത്തിന്റെ ലക്ഷണം എന്ന് പറയുന്ന. നിങ്ങൾക്കറിയത്തില്ലെങ്കിൽ നമ്മുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തതാക്കുക. പക്ഷെ ഈ പൗലോസിന്റെ ഐബ്രോസ് തമ്മിൽ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ, കേറി നിന്നാൽ കാണാൻ എന്ത് ചെയ്യത്തില്ല. കൊരിന്ത്യർ വിശ്വാസികൾ പറയുക, ഇന്നത്തെ ഞങ്ങളുടെ സ്റ്റാറ്റസിനനുസരിച്ച് ദൈവദാസ, അങ്ങി കൊരിന്ത്യ പട്ടണത്തിന് ചേർന്ന ദൈവദാസൻ. സ്തോത്രം. പക്ഷെ 20 വർഷങ്ങൾക്ക് മുമ്പ് ഇതായിരുന്നോ? അല്ല. ഈ പട്ടണത്തിൽ ഈ ദൈവദാസൻ വന്നപ്പോൾ വചനം പ്രസംഗി ഇവരെല്ലാം എന്ത് ചെയ്തു? അന്ന് അവർക്ക് ഈ ശരീരസന്നിധി എന്തല്ലായിരുന്നു. കാരണം അന്ന് ഒറ്റ ചിന്തയുള്ളായിരുന്നു, ക്രൂശിന്റെ വചനം അവർ അകത്ത് എന്ത് ചെയ്യാൻ തുടങ്ങി. സ്തോത്രം. നിങ്ങളിവിടെ ശാന്തമായി ഇരുന്ന് ഈ ദൈവവചനത്തെ ഒന്ന് ഗ്രഹിക്കുക. ഞാൻ ചിന്തിക്കുക,
ഇറങ്ങിയ നാളിൽ ആ തീഷ്ണത ഇന്നില്ല എങ്കിൽ കൊരിന്ത്യ സഭയുടെ അതേ അവസ്ഥ ഇന്ന് നമുക്കും. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാനിടയിൽ തീർന്നു. അന്ന് ഞാൻ ചില ദൈവദാസന്മാരെ പരിചയപ്പെട്ട അവരെന്നോട് പറയും, ഞങ്ങൾ വാകത്താനം ടാബർനാക്കിൽ പഠിച്ച ദൈവദാസന്മാരാണ്. അപ്പം ഞാൻ പല സ്ഥലങ്ങളിൽ പോയപ്പോൾ മനസ്സിലായത്, ഇത്രയും ദൈവം ഉപയോഗിച്ച ഒരു സ്ഥലത്തിന്റെ കേന്ദ്രത്തിൽ വന്നിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇന്ന് പകൽ അങ്ങനെ ഒരു തീഷ്ണത നമുക്കുണ്ടോ? നമുക്കിന്ന് പകൽ അങ്ങനെ ഒരു തീഷ്ണതയുണ്ടോ? ഇല്ല എങ്കിൽ ഇത് കൊരിന്ത്യ സഭയോടല്ല പറയുന്നത്, നമ്മോടെ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മ പറയുന്നത്. 10 ദിവസത്തെ ആത്മാവിലുള്ള യുവാസ പ്രാർത്ഥന ക്രമീകരിച്ചത് പണ്ടത്തെ നാളിലെ പോലെ നല്ലൊരു കാലം വരണം. ഏതിന്റെ കാലമാ? ദൈവവചനത്തിലേക്ക് മടങ്ങി വരുന്നൊരു കാലം, ആത്മാവിന്റെ ആരാധനയുടെ കാലം. ഹല്ലേലൂയ! എത്ര പേർക്ക് അങ്ങനെ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ കഴിയും? കർത്താവേ, അങ്ങനെ ഒരു വചനത്തിലേക്ക് മടങ്ങി വരുന്ന കാലത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവരണമെന്നുള്ളത്. പുറമേ നോക്കിയാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചു, ഭൗതികമായി ദൈവം എല്ലാം തന്നു. പക്ഷെ ആത്മീയമായി ദൈവമായിട്ട് ബന്ധമുണ്ടോ? ഇല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് മുതൽ ബുദ്ധി ഉപദേശിക്കുക. ഇത് നമ്മുടെ മടങ്ങി വരവിന്റെ കാലമായി മാറട്ടെ. ഹല്ലേലൂയ! അപ്പൊ ശരീര സന്നിധി എന്താ? ബലഹീനമാ, കാണാനൊട്ടും. നിങ്ങൾ നോക്കണം, ചിന്താഗതി മാറി നോക്കണം. പണ്ട് ഈ ദൈവദാസന്റെ കാല് വളഞ്ഞിരുന്നാണെങ്കിലോ, തലയ്ക്ക് മുടിയില്ലാത്തതാണെങ്കിലോ, ഐബ്രോസ് ഇല്ലാത്തതാണെങ്കിലോ, ഇതൊന്നും അവർക്ക് എന്തല്ലായിരുന്നു. അവർക്ക് ഒറ്റ ചിന്തയുള്ളൂ, ക്രൂശിന്റെ വചനം പ്രസംഗിച്ചു, അത് ഞങ്ങളെ എന്ത് ചെയ്തു. പക്ഷെ എല്ലാം മാറി ദൈവം മാറ്റിക്കഴിഞ്ഞപ്പോൾ, ഭൗതികമായി എല്ലാം അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ പറയുക, ഞങ്ങളുടെ സ്റ്റാറ്റസിന് പറ്റിയ, എൻ്റെ ഭാഷയെ പറഞ്ഞാൽ കൊരിന്ത്യ പട്ടണം എന്ന മെട്രോപൊളിറ്റൻ സിറ്റിക്കകത്ത്, ചർച്ചിനകത്ത് ശുശ്രൂഷിക്കാൻ പറ്റിയ ആളല്ല പൗലോസേ നീ. കാരണം ഞങ്ങളുടെ സ്റ്റാറ്റസിനനുസരിച്ച് നീ എന്ത് ചെയ്യുന്നില്ല. അടുത്ത വാക്യം നോക്കണം, അവിടെ പറയുന്ന ഒരു കാര്യമാണ്, ശരീരസന്നിധി ബലഹീനമാണ്, വാക്കും എന്താ? എന്നാ പോട്ടെ, എഴുന്നേറ്റുമ്പം കാണാൻ കൊള്ളത്തില്ല എന്ന പറയുന്ന വാക്കുകളെങ്കിലും എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ് നന്നായി അവൻ സംസാരിക്കാൻ പോലും ആർക്കറിയത്തില്ല. ഒരു ചിന്തകൻ ഇങ്ങനെ പറഞ്ഞത്, ഈ പ്രസംഗരുടെ പ്രസംഗത്തിൽ ശ്രദ്ധിക്കുന്നത്, അത് ദൈവിക ചിന്തയിലല്ല, അല്ലാത്തൊരു ഇതിലാണ് പറയുന്നത്, 2 കാര്യങ്ങൾക്കുണ്ടാകും. ഒന്നെങ്കിൽ പ്രസംഗിക്കാൻ കഴിയുന്ന ആള് കാണാൻ കൊള്ളാവുന്നവനാകണം. കാണാൻ കൊള്ളാവുന്നവനാണെങ്കിൽ അദ്ദേഹത്തിന്റെ സൗന്ദര്യം നോക്കിയില്ലെങ്കിൽ ആൾക്കാർ ഇരിക്കും. അല്ല, ഇനി അതിനും കൊള്ളാത്തവനാണെങ്കിൽ, നല്ല നല്ല വാക്ചാതുര്യമുള്ള ആളാണെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കിനെ കേട്ടെങ്കിൽ എന്ത് ചെയ്യും? ഇത് രണ്ടും ആർക്കില്ല. സ്തോത്ര 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 സ്തോത്ര. ദൈവമക്കൾ, ഇത് ഞാൻ പറയും, ചിന്തിച്ചു ചോദിക്കും, നമ്മൾ ഇങ്ങനല്ലേ അളക്കുന്നേ? അദ്ദേഹത്തിന്റെ വാക്ക് എങ്ങനാ? എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഒരു ഗെറ്റപ്പ് ഉണ്ടോ? ഇങ്ങനല്ലേ നമ്മൾ അളക്കുന്നേ? എന്തുകൊണ്ട് അങ്ങനെ അളക്കാൻ കാരണം? ക്രൂശിന്റെ ചിന്ത മാറി, ക്രിസ്തുവിലുള്ള ഏകാഗ്രത മാറി. നമ്മുടെ ചിന്ത എന്തിലേക്ക് വന്നു? മാനുഷികമായ ഇതിലേക്ക് എന്ത് ചെയ്തു? എൻ്റെ ദൈവമക്കളെ, അവിടം കൊണ്ട് അവസാനിപ്പിച്ചില്ല ഇവരെ കൊണ്ട്. 11:6 നോക്കി അടുത്ത കാര്യം പറയുക, ഞാൻ വാക്സാമർത്ഥ്യമില്ലാത്തവൻ എങ്കിലും എന്തില്ലാത്തവനല്ല. അപ്പോൾ 11:6 പറയുക, പൗലോസ് പറയുക വിശ്വാസികളോട്, നിങ്ങളല്ലേ പറഞ്ഞ എനിക്ക് വാക്സാമർത്ഥ്യം? ശരിയാ, എനിക്ക് എന്തില്ല? വാക്ചാതുര്യം. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ എവിടെയൊക്കെയോ തുടങ്ങുന്നു, എവിടെയൊക്കെയോ ഒരു ഓർഡറും ഇല്ല. പുള്ളിക്ക് എവിടാ പറയേണ്ടതെന്ന് അറിയത്തില്ല, എന്താ പറയേണ്ടതെന്നും. പക്ഷെ പൗലോസ് പറയുക, വാക്സാമർത്ഥ്യമേ ഉള്ളില്ലാത്തത്, പക്ഷെ ദൈവപരിജ്ഞാനമില്ലാത്തതുണ്ട്. ഞാൻ അതിന് ഒന്നും കൂടെ ചേർത്ത് പറയാം. പൗലോസ് പറയുക, മാനുഷികമായുള്ള വാക്ചാതുര്യം എനിക്കില്ല, പക്ഷെ എന്റെ അകത്ത് വ്യാപരിക്കുന്ന ഒരു വിവേചനപരമുണ്ട്, എന്റെ അകത്ത് വ്യാപരിക്കുന്ന ഒരു പരിജ്ഞാനമുണ്ട്. അതാരുടെ പരിജ്ഞാനമാണ്? ദൈവത്തിന്റെ പരിജ്ഞാനമാണ്. ഒരാത്മികന്റെ ലക്ഷണം എന്നറിയാമോ? പൗലോസിന് പറയുന്നത്, അവൻ സകലത്തെയും വിവേചിക്കുന്നു. അപ്പൊ ആത്മികന്റെ ലക്ഷണം വാക്ചാതുര്യമല്ല, ആത്മികന്റെ ലക്ഷണം വിവേചനപരമാണ്. പൗലോസ് പറയുക, ഞാൻ എന്തില്ലാത്തവനല്ല, പരിജ്ഞാനമില്ലാത്തവൻ. അവിടെയും കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല. അവസാനത്തെ അധ്യായത്തിൽ നോക്കി, ഇതാണ് അതിനേക്കാൾ ഏറ്റവും ഭയങ്കരം. 13:3 നോക്കി അവർ പറയുക, ക്രിസ്തു
ക്രിസ്തു എന്നിൽ സംസാരിക്കുന്നു എന്നതിന് നിങ്ങൾ എന്തന്വേഷിക്കുക? അപ്പൊ എന്താ അന്വേഷിക്കുന്നേ? തുമ്പ് എന്ന് പറഞ്ഞാൽ അവര് ചോദിക്കുന്നൊരു ചോദ്യമാ, ഇവനിലൂടെ പറയുന്നത് ക്രിസ്തു തന്നെ? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? ഇവനിലൂടെ സംസാരിക്കുന്ന ക്രിസ്തു തന്നെ, അല്ലെങ്കിൽ ഇവൻ പറയുന്നതിനകത്ത് വല്ല ക്രിസ്തു ഉണ്ടോ? എനിക്കറിയത്തില്ല. റെനി പാസ്റ്ററും സണ്ണി പാസ്റ്ററും കാര്യം എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ എൻ്റെ ദൈവമക്കൾ പറയുക, ഇവൻ പറയുന്നതൊന്നും വലിയ ക്രിസ്തുവിലും ക്രിസ്തു കേന്ദ്രീകൃതമായ കാര്യങ്ങളൊന്നും അല്ല, ചുമ്മാ ഏതാണ്ടൊക്കെ പറയുമെന്ന് പറഞ്ഞ പിന്നെ നാളെ ഞാൻ അവിടെ എന്ത് ചെയ്തില്ല. കാരണം അവർ ഡിമാൻഡിങ് പ്രൂഫാ ചോദിക്കുക. ഇവൻ പറയുന്നതൊക്കെ ആരില്ല? ദൈവത്തിൽ തന്നെ. ഞാൻ ശുശ്രൂഷിക്കുന്ന ദൈവമക്കൾ എന്നോട് ഇവന് ക്രിസ്തു ഉണ്ടോ എന്ന് ചോദിച്ചാൽ പിന്നെ ഞാൻ അവിടെ നിന്നിട്ട് കാര്യമുണ്ടോ? ഈ ഒരു സാഹചര്യം അവന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ പൗലോസ് പറയുക, ഇങ്ങനത്തെ സാഹചര്യത്തിന്റെ നടുവിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതല്ല പൗലോസ് നിൽക്കുന്നത്. ഇതാ ഈ വാക്യത്തിന്റെ പശ്ചാത്തലം. ഈ വാക്യത്തിന്റെ അടിസ്ഥാനം, ഈ പശ്ചാത്തലത്തിന്റെ അടിസ്ഥാനത്തിലാണ് പൗലോസ് പറയുന്നത്, എങ്കിലും ഈ അത്യന്ത ശക്തി എന്റെ എന്തല്ല. നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? ഒന്ന്, പൗലോസിനോട് പറയുക, നീ പറയുന്ന ഒന്നും എന്ത് ചെയ്യുന്നില്ല, നടക്കുന്നില്ല. രണ്ട്, വാക്സാമർത്ഥ്യം, ശരീരസന്നിധി, നിന്റെ ക്രെഡൻഷ്യൽ എവിടുന്ന, നിനക്ക് ക്രിസ്തു ഉണ്ടോ എന്നുള്ളൊക്കെ ചോദ്യം തൻ്റെ മുൻപിൽ ചോദിച്ചപ്പോൾ അവരുടെ മുൻപിൽ താൻ വായിച്ച വാക്യത്തിലേക്ക് കടന്നു വരും. അവിടെ പറയുക 4:1 നോക്കിക്കേ, അതുകൊണ്ട് ഞങ്ങൾ കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകിയാൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല. ഉണ്ടോ? വാക്യം നോക്കിക്കേ, എന്താ പൗലോസ് പറയുന്നത്? ഈ സാഹചര്യങ്ങളെല്ലാം എനിക്കുണ്ടായപ്പോൾ, എന്നെ നിരാശപ്പെടുത്തുന്ന ഈ സാഹചര്യം എല്ലാം ഉണ്ടായപ്പോൾ, അതിൻ്റെ നടുവിൽ ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഞാൻ അധൈര്യപ്പെടുന്നില്ല. നോക്കിയ 16-ാം വാക്യത്തിൽ അതേ വാക്യം ഞാൻ പറയുക, അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ എന്ത് ചെയ്യുക. അപ്പൊ എന്താ പൗലോസ് പറഞ്ഞത്? ഈ തരത്തിലുള്ള ക്ലേശങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ, ഈ ജീവിതത്തിലുള്ള പ്രതിസന്ധി എൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ, ഇത് മാനുഷികമായി എന്നെ എന്തിലേക്ക് കൊണ്ടെത്താം? നിരാശയിലേക്ക് എന്ത് ചെയ്യാം. പക്ഷെ പൗലോസ് പറയുക, ഈ നിരാശ വരുന്ന സാഹചര്യത്തിന്റെ നടുവിൽ ഞാൻ നിരാശനാകാത്തതിന്റെ കാരണം ഒറ്റ കാരണമാ, എന്നെ വിളിച്ചത് കേവലം മനുഷ്യനല്ല, ഇതെനിക്ക് കരുണയാൽ ലഭിച്ച കാര്യമാണ്. ഇന്ന് പകൽ ദൈവജനത്തോട് ആത്മാവിൽ ഞാൻ ദൂത് വിളിച്ച് പറയാം, നിന്റെ ജീവിതത്തിൽ ഇതുപോലെ ക്വസ്റ്റ്യനുകൾ വരുമ്പോൾ, ചോദ്യത്തിന് ഉത്തരമില്ലാത്ത അവസ്ഥ വരുമ്പോൾ മാനുഷികമായി നാം തളർന്നു പോകാറുണ്ട്. എന്ന പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്ന ഒരു കാര്യമാണ്, ഇതിന്റെ നടുവിൽ നീ ധൈര്യത്തോടെ നിൽക്കണം. കാരണം എന്തെന്നറിയാമോ? നിന്നെ വിളിച്ചത് കേവലം മനുഷ്യനല്ല, നിന്നെ ഇറക്കിയത് കേവലം ബന്ധുക്കാരല്ല, നിന്നെ ഇറക്കിയത് കേവലം പ്രസ്ഥാനമല്ല, നിന്റെ മേൽ പകർന്നിരിക്കുന്ന ശുശ്രൂഷ അത് കൃപയാൽ ലഭിച്ചതാണ്. ഹല്ലേലൂയ. പൗലോസ് പറയുക, ഞാൻ അധൈര്യപ്പെടാത്തതിന്റെ കാരണം എന്തെന്നറിയാമോ? ഒറ്റ കാരണമാ, ഇതെനിക്ക് എങ്ങനെ ലഭിച്ചതാ? കരുണയാൽ ലഭിച്ചതാ, കരുണയാൽ ലഭിച്ചതാ. ഇന്ന് പകൽ എന്നെ കേൾക്കും ദൈവമക്കളുടെ ആത്മാവിൽ ഞാൻ പറയാം, നിന്നെ നിന്ദിക്കുന്ന ജനത്തിന്റെ നടുവിൽ, നിന്റെ പ്രശ്നങ്ങളുടെ നടുവിൽ, നിന്നെ ചോദ്യം ചെയ്യുന്ന ജനത്തിന്റെ നടുവിൽ നിന്നെ നിരാശനാകാനല്ല ദൈവം നിന്നെ വിളിച്ചത്. മറിച്ച് നിരാശയുടെ നടുവിൽ പറയണം, എന്നെ വിളിച്ചത് കേവലം മനുഷ്യനല്ല, എന്നെ വിളിച്ചത് കർത്താവായ യേശുവാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ആ വെളിപ്പാടാണ് നമ്മൾ അകത്ത് കയറേണ്ടത്. ഇന്ന് പകൽ ആ വെളിപ്പാട് നമ്മൾ അകത്ത് കയറണം. ഇതെങ്ങനെ ലഭിച്ചതാ? കരുണയാൽ ലഭിച്ചതാ. ഇതെങ്ങനെ ലഭിച്ചതാ? കരുണയാൽ ലഭിച്ചതാ. അപ്പോസ്തലൻ പൗലോസ് പറയുക, നിങ്ങളുടെ ഡിമാൻഡ് അല്ല എനിക്ക് വേണ്ടത്, നിങ്ങളുടെ കമന്റേഷൻ അല്ല എനിക്ക് വേണ്ടത്. എന്നെ ആരാ വിളിച്ചെന്ന് ഉത്തമ ബോധ്യം എനിക്കുണ്ട്, എന്നെ ആരാ ഇറക്കുന്ന ഉത്തമമായ ബോധ്യമുണ്ട്. അതെനിക്ക് കരുണയാൽ ലഭിച്ചതാ. ഹല്ലേലൂയ.
അതുകൊണ്ട് പൗലോസ് പറയുക, ഇതെനിക്ക് എങ്ങനെ ലഭിച്ചതാ? കരുണയാൽ ലഭിച്ചതാ. ഈ കരുണയാൽ ലഭിച്ചത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല? അധൈര്യപ്പെടാതെ നിൽക്കുക. ഇന്ന് പകൽ ബലം ക്ഷീണിക്കുമ്പോൾ നീ ഓർക്കുക, ബലത്തിന് പകരുന്ന ഒരു ദൈവം നിന്റെ കൂടെ ഉണ്ടെന്നുള്ളത്. നിന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഓർക്കുക, നിന്റെ ഹൃദയത്തിന്റെ ബലം പകരുന്ന ഒരു കർത്താവ് നിന്റെ കൂടെ ഉണ്ടെന്ന്. കാരണം നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്, അവൻ അന്ത്യത്തോളം പുയർത്താൻ മതിയായ ദൈവമാ. ചോദ്യങ്ങൾ ശരം പോലെ വരുമ്പോൾ, ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാതിരിക്കുമ്പോൾ നിരാശയുടെ പടികുഴിലേക്ക് വീഴാനല്ല. ഓ, രക്തത്താൽ ജയം. നിങ്ങളെന്ത് ചിന്തിച്ചു നോക്കിക്കേ, ഇതുപോലെ ഹൃദയത്തിൽ തറച്ചു കുത്തുന്ന എത്രയോ അവസ്ഥകളിലൂടെ നമ്മൾ കടന്നുപോയി. നമ്മെ ഒതുക്കുവാൻ എത്രയോ പേർ ശ്രമിച്ചു, നമ്മെ ഇല്ലാതാക്കാൻ എത്രയോ പേർ ശ്രമിച്ചു. എന്നാൽ ഇന്നും നീ ഇതിനകത്ത് ജീവനോട് നിൽക്കുന്നതിന്റെ കാരണം നിന്റെ കുലമഹിമ അല്ലെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. നീ ഇന്ന് ഇതിനകത്ത് ഇരിക്കുന്നതിന്റെ കാരണം നിന്റെ മിടുക്കൊണ്ട് അല്ലെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഇന്ന് പകലിനകത്ത് ഇരിക്കുന്നത് നിന്നെ വിളിച്ച ദൈവം ആരാണെന്നുള്ള ഉറപ്പിലൂടെ. നിന്നെ വിളിച്ച ശുശ്രൂഷ കരുണയാൽ ലഭിച്ചതാ. നിന്നെ വിളിച്ചത് കരുണയാലോ. ഇന്ന് പകല തിരിച്ചറിവ് ദൈവമക്കൾ കരങ്ങളെ ഉയർത്തി ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, പുറമെയുള്ള മനുഷ്യൻ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ, പുറമെയുള്ള മനുഷ്യൻ നോക്കുമ്പോൾ എനിക്ക് വീക്ക്നെസ് മാത്രമേ ഉള്ളൂ. പുറമെയുള്ള മനുഷ്യൻ നോക്കുമ്പോൾ ഞാൻ ബലഹീനനാ. പക്ഷെ പുറമെയുള്ള മനുഷ്യൻ ബലഹീനമാണ്. ഇനി അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുക. ഓരോ ദിവസം അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുക. കാരണം എന്റെ അകത്ത് തിളയ്ക്കുന്ന ഒരു വെളിപ്പാടുണ്ട്, എന്റെ അകത്ത് ജ്വലിക്കുന്ന ഒരു ആത്മപ്രേരണയുണ്ട്. അതെനിക്ക് കരുണയാ. ഇന്ന് പകൽ ആ വെളിപ്പാട് നമ്മുടെ അകത്തുനിന്ന് പകൽ ചലിച്ചു വിടങ്ങട്ടെ. ആ വെളിപ്പാട് ഇന്ന് പകൽ നമ്മുടെ അകത്ത് ചലിച്ചു വിടങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ അതിന് പകൽ ചലിച്ചു വിടങ്ങട്ടെ. ഓ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പശ്ചാത്തലം നോക്കിയ പൗലോസ് പറയുക, നിങ്ങൾക്ക് പോലും എന്റെ ശുശ്രൂഷയിൽ വിശ്വാസമില്ലാഞ്ഞപ്പോൾ ഞാൻ ഉടഞ്ഞു പോകാത്തതിന് കാരണം, നിങ്ങൾക്ക് പോലും എന്റെ ശുശ്രൂഷയിൽ വിശ്വാസമില്ലാത്തപ്പോൾ ഞാൻ നിലനിന്നതിന്റെ കാരണം എന്റെ ഹയർ ഡിഗ്രി അല്ല, ഓ എന്റെ റാങ്ക് അല്ല, എന്റെ കുലമഹിമയല്ല, എന്നെ വിളിച്ചത് കരുണയാലാണ്. ഇന്ന് പകൽ എത്ര പേർ ഇത് തിരിച്ചറിയുന്നുണ്ട്? ഇന്ന് പകൽ സന്തോഷത്തോടെ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ മിടുക്കല്ലെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഇന്ന് പകൽ ഇങ്ങനെ ദൈവസേനയെ ആരാധിക്കുന്ന നമ്മുടെ മിടുക്കല്ലെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഇന്ന് പകൽ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ദൈവത്തിന്റെ കൃപയോ അത് തിരിച്ചറിയും ദൈവമക്കളുടെ ആദരങ്ങളെ തുറന്ന് ഒന്ന് സ്തോത്രം പറഞ്ഞ കർത്താവേ, ഞാൻ അധൈര്യപ്പെടുന്നില്ല. ഇതൊരു ആത്മീക മീറ്റിംഗ്. ഇന്ന് പകൽ ആത്മാവിനെ ചലിച്ചു വിടങ്ങണം. ഹൃദയത്തിനകത്ത് ആത്മാവിന്റെ പകൽ ഉണ്ടാകട്ടെ. ആത്മാവിന്റെ ചൈതന്യം ഇതിനകത്ത് ഉണ്ടാകട്ടെ. വരണ്ട അവസ്ഥകൾ യേശുവിന്റെ നാമത്തിൽ രഥമനഘടക ശമനവൈഡമാനഘടക ധനരഗജ. ഞാൻ ആ വചനത്തെ ആസ്പദമാക്കി ഒരു കാര്യം കൂടെ ദൈവജനത്തിന് പറയാം. വർഷങ്ങളായിട്ടും സാഹചര്യത്തിന് എന്ത് ചെയ്യുന്നില്ല, മാറ്റം എന്ത് ചെയ്യുന്നില്ല, ഉണ്ടാകുന്നില്ല. വർഷങ്ങളായി പ്രാർത്ഥിച്ചിട്ടും സാഹചര്യത്തിന് എന്ത് ചെയ്യുന്നില്ല, മാറ്റം ഉണ്ടാകുന്നില്ല. ഇറങ്ങി വരും ചോദിക്കുക, ഇന്നും ഇങ്ങനെ തന്നെയാണ് കിടക്കുന്നതെന്ന്. ഇറങ്ങി വരും ചോദിക്കുക, ഇന്നും ഇങ്ങനെ തന്നെയാണ് കിടക്കുന്നത്. കുറെ നാളായില്ലേ ഇറങ്ങിയിട്ട്, വർഷങ്ങളായിട്ടേ കർത്താവിനെ അനുഗമിക്കാൻ തുടങ്ങിയിട്ട്. ഈ ചോദ്യങ്ങളുടെ നടുവിൽ നമ്മൾ ക്ഷീണിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മ പറയുക, നീ ക്ഷീണിക്കണ്ട. അവിടെ നിന്റെ അകത്തെ മനുഷ്യൻ ബലപ്പെടണം. നിനക്ക് മറ്റുള്ളവരെ അല്ല ബോധിപ്പിക്കേണ്ടത്, നിന്നെ നിർത്തിയത് ഒരു കരുണയാണെന്ന്. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ.
രക്തത്താൽ ജയം. സാഹചര്യം മാറത്തില്ലായിരിക്കും ദൈവമക്കളെ, സാഹചര്യം മാറത്തില്ലായിരിക്കാം. പക്ഷെ പറയണം, ഇതിന്റെ നടുവിൽ ഞാൻ നിൽക്കുന്നത് കരുണയാൽ ലഭിച്ചൊരു കാര്യമുണ്ടായതുകൊണ്ടാണ്. ഇന്ന് പകൽ എത്ര പേർക്ക് അങ്ങനെ പറയാൻ കഴിയും? എങ്ങനെ എത്ര പേർക്ക് പറയാൻ കഴിയും? മാറണ്ട, സാഹചര്യം മാറണ്ട. വർഷങ്ങളെ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ഒരുപക്ഷെ മറുപടി ലഭിക്കുന്നില്ലായിരിക്കാം. ഇവർ ചോദിക്കാം, നിന്റെ സൈനികക്കാർ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് മാറാത്തത്? പക്ഷെ മാറാത്തതെന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അത് പറയണം, ഞാൻ നിൽക്കുന്ന ദൈവത്തിന്റെ കൃപയാ, ഞാൻ നിൽക്കുന്ന ദൈവത്തിന്റെ കരുണയാ, അതെന്റെ മേൽ വ്യാപരിക്കുന്ന വെളിപ്പാടാ. ഇന്ന് പകരം തിരിച്ചറിയുന്ന ദൈവമക്കൾ പറ, ആ വെളിപ്പാടിലേക്ക് എന്നെ നടത്തണമേ. ഞാനിന്ന് ആത്മാവിൽ തിരിച്ചറിഞ്ഞോട് പറയുക, ചിലരെ ദൈവത്തിന്റെ ആത്മാവ് അതിനകത്ത് ഉറപ്പിക്കുക. ഇന്ന് ഉറപ്പിക്കുക. പിശാച് ദൈവമക്കൾക്കെതിരെ ചലിപ്പിക്കുന്ന ഏറ്റവും വലിയ ആയുധം നിരാശ എന്ന ആയുധം. നിരാശ ദൈവമക്കളുടെ അകത്ത് കയറിയാൽ പിന്നെ ദൈവമക്കൾ പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല, ആരാധിക്കാൻ കഴിയത്തില്ല, സ്തോത്രം ചെയ്യാൻ കഴിയത്തില്ല, സ്തുതിക്കാൻ കഴിയത്തില്ല, പ്രസംഗിക്കാൻ കഴിയത്തില്ല. ശുശ്രൂഷകൾക്ക് അത് ഇടിവുണ്ടാകുക, ആത്മീയമായി ഇടിവുണ്ടാകുക. എന്നാൽ ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ പറയാം, ആ ബന്ധനത്തെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. സകല നിരാശകൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ജനത്തിന്റെ അകത്തെ കൃപയുടെ ആ പ്രകാശം ഇന്ന് പകൽ വ്യാപരിക്കട്ടെ. കരുണയുടെ വെളിപ്പാട് ഇന്ന് പകൽ വ്യാപരിച്ചു തുടങ്ങട്ടെ. ആത്മാവിന്റെ സാന്നിധ്യത്തിൽ അങ്ങനെ വ്യാപരിക്കട്ടെ. ഓ ജീസസ്, ഹല്ലേലൂയ. പ്രതികരിക്കാൻ കഴിയും ദൈവമക്കൾ ആത്മാവിൽ ഇന്ന് പകൽ പ്രതികരിച്ചു തുടങ്ങട്ടെ. ആത്മാവിൽ പ്രതികരിക്കട്ടെ. നിരാശകൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ഓ ജീസസ്, ഹല്ലേലൂയ. ഇന്ന് പകൽ ആ വെളിപ്പാട് നമ്മുടെ അകത്ത് കയറണം. ഞാൻ നിൽക്കുന്നത് എങ്ങനാ? കരുണയാല. ഞാൻ നിൽക്കുന്നത് കരുണയാല. ആ വെളിപ്പാട് നമ്മുടെ അകത്ത് കയറണം. അതുകൊണ്ട് പൗലോസ് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, കാരണം ഇത് എനിക്ക് എങ്ങനെ ലഭിച്ചതാ? ഒന്ന് ഉറക്കെ പറഞ്ഞു, എങ്ങനെ ലഭിച്ചതാ? കരുണയാൽ ലഭിച്ചതാ. ഇത് പറഞ്ഞിട്ട് താൻ അടുത്ത വാക്യത്തിലേക്ക് നോക്കി. അവിടെ പറയുക, ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല, അധൈര്യപ്പെടാതെ ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെ ദൈവവചനത്തിൽ എന്ത് ചെയ്യുന്നില്ല, കൂട്ട് ചേർക്കാതെ സത്യം എന്ത് ചെയ്യുന്നു, വെളിപ്പെടുത്തുന്നതിനാൽ. ആ ഭാഗം നോക്കിക്കേ. ഇങ്ങനെ ഈ പുറമെയുള്ള വീക്ക്നെസിന്റെ നടുവിൽ അപ്പോസ്തലനായ പൗലോസിനോട് ഈ വിശ്വാസികള് ഒരു കാര്യം പറയുക, ദൈവദാസ, പുറമേ നോക്കിയാൽ മൊത്തം വീക്ക്നെസ് മാത്രമേ ഉള്ളൂ. എന്തൊക്കെയാ ഉള്ളത്? വാക്ചാതുര്യമില്ല, ശരീരസന്നിധിയില്ല, നോക്കിയാൽ മുഴുവൻ എന്താ? വീക്ക്നെസ്സാണ്. പക്ഷെ ഇതിനെ ഒന്ന് കവർ ചെയ്യാൻ ഞങ്ങളൊരു മാർഗം പറഞ്ഞുതരാം. എന്നാ മാർഗം എന്നറിയോ? അടുത്ത വാക്യം വളരെ വ്യക്തമായി പറയുക, ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെ ദൈവവചനത്തിൽ എന്ത് ചേർക്കാതെ, കൂട്ട് ചേർക്കാതെ. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് അവിടെ. അപ്പം ദൈവവാസികളോട് പറഞ്ഞൊരു കാര്യമാ, എപ്പോൾ കയറിയാലും നിനക്ക് പ്രസംഗിക്കാനുള്ളത് മാനസാന്തരപ്പെടണം, രക്ഷിക്കപ്പെടണം, അല്ലെങ്കിൽ കർത്താവിലേക്ക് എന്ത് ചെയ്യണം? നീ ഒരു കാര്യം ചെയ്താൽ മതി, ഇതിനെ ഒന്നൊന്ന് കോംപ്രമൈസ് ചെയ്ത് സംസാരിച്ചാൽ മതി. അപ്പം ഈ മറ്റു വീക്ക്നെസ്സിനെ എല്ലാം ജനം എന്ത് ചെയ്യും? മറന്നിട്ട് നിന്റെ ഈ പ്രസംഗത്തിലേക്ക് ആൾക്കാർ എന്ത് ചെയ്യും? ആ കൂട്ടുചേർക്കുന്ന പദം വളരെ ഇമ്പോർട്ടൻ്റാണ്. എന്തുകൊണ്ടാ കൂട്ടുചേർക്കാതെ എന്നൊരു പദം വന്നതെന്നറിയാമോ? അത് കൊരിന്ത്യ പട്ടണത്തിൽ ഏറ്റവും അറിയാവുന്നൊരു പദമാണ് കൂട്ടുചേർക്കുക എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്കറിയാം, 1-ാം നൂറ്റാണ്ടിലെ പ്രത്യേകിച്ച് പാലസ്തീനുകൾ, പ്രത്യേകിച്ച് ആ പട്ടണ ആ ഭാഗങ്ങളിലെല്ലാം, പ്രത്യേകിച്ച് കൊരിന്ത ഭാഗങ്ങളൊക്കെ നിങ്ങൾ നോക്കി പഠിച്ചാൽ ഏത്
ഒക്കേഷനും അല്ലെങ്കിൽ പ്രത്യേകമായ സ്പെഷ്യൽ ഒക്കേഷനും വീഞ്ഞ് അവരുടെ പ്രധാനപ്പെട്ട ഭാഗമാണ്. വീഞ്ഞില്ലാത്ത ഒരു ഉത്സവം ഇല്ല. ഒരു കല്യാണമാകട്ടെ, അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും വീഞ്ഞ് ഭയങ്കരമാണ്. കാനാവിലെ കല്യാണ വീട്ടിൽ നമ്മൾ എന്താ കണ്ടത്? അവിടെ നമ്മൾ കണ്ടത് വീഞ്ഞ് തീർന്നപ്പോൾ ദൈവം അത്ഭുതം പ്രവർത്തിച്ചപ്പോൾ ചോദിക്കുന്നത്, ഇത്രയും ശ്രേഷ്ഠമായി വീഞ്ഞ് ഇവിടെ ഇത്രയും നേരം? വീഞ്ഞെന്ന് പറയുന്ന ഇതാ. അപ്പൊ ഈ വീഞ്ഞിന്റെ അളവ് കൂട്ടാൻ ഇവർ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. ഇതിനകത്ത് എന്ത് ചേർക്കും? ശകലം വെള്ളം എന്ത് ചെയ്യും? ഇത് കൊരിന്തിൽ സർവ്വസാധാരണമായി നടക്കുന്ന ഒരു കാര്യമാണ്. ഇത് നന്നായി ആർക്കറിയാം? കൊരിന്തിലെ വിശ്വാസികൾക്ക്. പൗലോസിനോട് പറഞ്ഞൊരു കാര്യമാണ്, എന്നും ഈ മാനസാന്തരം പറയാതെ യേശു വിടുവിക്കുന്നവനെന്നും യേശു രക്ഷിക്കുന്നവനെന്നും അവരെ ഒന്നും കൂടെ പ്ലീസ് ചെയ്ത് നീ സംസാരിച്ചാൽ നിന്റെ ഈ പുറമെയുള്ള വീക്ക്നെസ്സിനൊക്കെ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ആശയം മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ കൂടെ ഉണ്ടോ? അവിടെ പൗലോസ് പറയുക, എൻ്റെ പുറമേ ഉള്ള വീക്ക്നെസ് മാറിയില്ലെങ്കിലും ദൈവവചനത്തോട് ഞാൻ എന്ത് ചെയ്യത്തില്ല? മനസ്സിലാവുന്നുണ്ടോ? ലൂസ് ഹാർട്ട് എന്ന് പറഞ്ഞാൽ പൗലോസ് പറയുക, ഇനി നിങ്ങൾക്ക് എന്നെ പിടിച്ചാലും പിടിച്ചില്ലേലും വചനത്തോട് ഞാൻ എന്ത് ചെയ്തില്ല. എന്നാ ചെയ്യാത്തതിന് കാരണം? നിങ്ങളല്ല എന്നെ വിളിച്ചത്. ഹലോ, ട്രാൻസ്ഫർ അല്ല ഞങ്ങളുടെ വിഷയം. ഞങ്ങളുടെ വിഷയം ദൈവവചനത്തെ ഉള്ളതുപോലെ പറയാന്നുള്ളതാണ്. കാരണം ഇത് ഞങ്ങൾക്ക് ലഭിച്ചത് കരുണയാല. സ്തോത്രം, 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 സ്തോത്രം. ഞാൻ ദൈവജനത്തോട് പറയാം, നിങ്ങളുടെ ദൈവദാസൻ ഇവിടെ ശുശ്രൂഷിക്കാൻ നിങ്ങളുടെ അകത്ത് കുത്തുകൊള്ളുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്തോത്രം പറഞ്ഞോളാം. അന്നേരം അദ്ദേഹത്തോട് തിരിയാനല്ല നമ്മളെ ദൈവം വിളിച്ചത്. കുത്തുകൊള്ളുന്നുണ്ടെങ്കിൽ അകത്ത് പരിശുദ്ധാത്മ പ്രവർത്തിക്കുന്നുണ്ടെന്നോ, അവിടെ ദൈവാത്മ നിങ്ങളെ ലീഡ് ചെയ്യുക ഇങ്ങോട്ട് മാറാൻ. പൗലോസിനോട് പറയുക, വീക്ക്നെസ് മറയ്ക്കാൻ ഒരു കാര്യം ചെയ്താൽ മതി. നീ കുറച്ചൊന്ന് പ്ലീസ് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്താൽ മതി. അവിടെ പൗലോസ് പറയുക, ഞാൻ ഇതെന്ത് ചെയ്തില്ല, കൂട്ടെന്ത് ചെയ്തില്ല, ചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ ദൈവസന്നിധിയിൽ സകല മനുഷ്യരുടെ മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ എന്ത് ചെയ്യുക. എന്താ പൗലോസ് പറഞ്ഞതിന് അർത്ഥം? കൂട്ട് ഞാൻ എന്ത് ചെയ്തില്ല, ചേർക്കത്തില്ല. ചേർക്കാത്തതിന്റെ കാരണം എന്നറിയാമോ? ദൈവസന്നിധിയിൽ സകല മനുഷ്യാക്ഷിയുടെ മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ പൗലോസ് പറയുക, കൂട്ട് ചേർക്കാതിരിക്കുമ്പോൾ നിങ്ങൾക്കത് മുറിവുണ്ടാകുമെങ്കിലും ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യത്തോടാണ് ഞാൻ നിൽക്കുന്നത്. അതിന്റെ അർത്ഥം പൗലോസ് പറയാ, എനിക്കിത് തന്നത് നിങ്ങളല്ല, എനിക്കിത് തന്നത് ഉടയവനാ. എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്? ഞാൻ ദൈവജനത്തോടൊരു കാര്യം പറയാം. ദൈവസഭയ്ക്കകത്തും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പക്ഷമല്ല വലുത്, നമ്മുടെ പക്ഷം ദൈവമാകണം. അനീതിക്ക് കൂട്ടുനിന്ന് കൂട്ടുകെട്ട് തകരുമെന്ന് ചിന്തിക്കുന്നതല്ല ദൈവികം. അനീതി കണ്ടാൽ അതിനെതിരെ തിരിഞ്ഞു നിൽക്കുന്ന ദൈവികം. എനിക്കറിയത്തില്ല ദൈവത്തിന്റെ ആത്മാവ് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ആത്മാവിലൊരു കാര്യം പറയാം, കൂട്ടുകെട്ടിൽ അനീതിയോട് കൂട്ടു നിൽക്കുന്നതല്ല ദൈവികം. കൂട്ടുകെട്ട് തകർന്നാലും നീതിക്ക് വേണ്ടി ഒറ്റയ്ക്ക് നിൽക്കുന്ന ദൈവികം. ദൈവമക്കൾ പ്രാർത്ഥിക്കാമോ? പരിശുദ്ധാത്മാവ് എടുത്തെടുത്ത് പറയുന്ന ഒരു കാര്യമാണ്, അങ്ങനെ ശുദ്ധീകരണം ഇതിനകത്ത് നടക്കണം. 2026 ദൈവസഭയെ ദൈവം കാലെടുത്ത് വെക്കാൻ അനുവദിക്കുന്നെങ്കിൽ ഇത് ഒറ്റക്കെട്ടാകണം. ഇത് ദൈവിക പ്രവൃത്തിയുടെ കൂടാരമായി മാറണം. ഞാലിയാകുഴി പട്ടണത്തെ പണ്ട് പിടിച്ചു കുടുക്കിയ ഒരു കേന്ദ്രം ഇതായിരുന്നെങ്കിൽ ഇന്ന് വച്ചു വരേണ്ട അവസ്ഥയിൽ ദൈവത്തിന്റെ ആത്മാവ് ഒരു രണ്ടാമത്തെ തലത്തിലേക്ക് ദൈവം നയിക്കണം. പ്രാർത്ഥിക്കാമോ? ഇതിനകത്ത് പ്രാർത്ഥിക്കാമോ? അതിനകത്തൊരു സേക്ഷിപ്പ് ഞാനാകണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ.
പൗലോസ് പറയും, ഞാൻ എന്ത് ചെയ്തില്ല, കൂട്ടം ചെയ്തില്ല, ചേർക്കത്തില്ല. കാരണം എന്തെന്നറിയാമോ? ഞാൻ ദൈവത്തിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ സകല മനുഷ്യരുടെ മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ എന്ത് ചെയ്യാം. എന്നിട്ട് താൻ പറയുന്ന അടുത്തൊരു വാചകം നോക്കണേ, എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നു എങ്കിൽ ആർക്കാ? ഹലോ, ഈ കൂട്ടുചേർക്കാത്ത സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ ആർക്കേ ഉള്ളൂ? അത് നശിച്ചു പോകുന്നവനാ. നശിച്ചു പോകുന്നവൻ ഈ സത്യസുവിശേഷം കേൾക്കാൻ, ഉപദേശം കേൾക്കാൻ, ദൈവവചനം കേൾക്കാൻ ഇഷ്ടമല്ല. കാരണം അവൻ ഇതൊന്നും കേട്ടിട്ട് കാര്യം ഇല്ല. പൗലോസ് പറയാ, അങ്ങനെ ഉള്ളവനെ എന്റെ വീക്ക്നെസ് മറക്കാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. പക്ഷെ ദൈവത്തോട് ബോധ്യമുള്ളവൻ പറയും, ഇത് അവന് രക്ഷയ്ക്ക് കാരണം. സ്തോത്രം, 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 സ്തോത്രം. ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിത്യത എത്തണം, നിത്യത എത്തണം. സഭയുടെ മെമ്പറാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിത്യത എത്തണം. നിത്യത എത്തണമെങ്കിൽ ഈ സത്യസുവിശേഷം നമ്മുടെ അകത്ത് ക്രിയ തുടങ്ങണം. ഈ സുവിശേഷം നമ്മുടെ അകത്ത് ക്രിയ തുടങ്ങണം. അതുകൊണ്ട് പൗലോസ് പറയുക, ഇത് മറഞ്ഞിരിക്കുന്നുവെങ്കിൽ ആർക്ക് മാത്രമേ ഉള്ളൂ? നശിച്ചു പോകുന്നവർക്ക്. എന്നിട്ട് നോക്കണേ, ഇനി നമ്മുടെ ആ ചിന്തയുടെ പ്രധാന ഭാഗത്തേക്ക് വരിക. ഇത് പറഞ്ഞിട്ട് പൗലോസ് പറയുക, കരുണ നിമിത്തം എനിക്ക് ലഭിച്ചു, ഇത് നശിച്ചു പോകുന്നവർക്ക് മറഞ്ഞിരിക്കുന്നു. ഇത് പറഞ്ഞിട്ട് യേശുവിനെ പറ്റി 3 വെളിപ്പാട് പൗലോസോടെ പറയുക. ഈ 3 വെളിപ്പാട് എൻ്റെ അകത്തുള്ളത് കൊണ്ടാണ് ഞാൻ അധൈര്യപ്പെടാത്തത്. ഏതാ ഈ 3 വെളിപ്പാട്? നോക്കണമേ, ഒന്നാമത്തെ വെളിപ്പാട് താൻ അവിടെ പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത് അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ. ആ വാക്യത്തിൽ എങ്ങനെ അറിയാം? ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം. അപ്പോൾ തനിക്ക് ലഭിച്ച ഒന്നാമത്തെ വെളിപ്പാട് എന്തെന്നറിയാമോ? ദൈവത്തിന്റെ പ്രതിമയായ ക്രിസ്തു. അതോടൊപ്പം തന്നെ ഞാൻ പറയുക, തേജസ്സുള്ള സുവിശേഷം. അപ്പൊ തനിക്ക് ലഭിച്ച ഒന്നാമത്തെ വെളിപ്പാട്, ക്രിസ്തു ആരാ? ക്രിസ്തു ആരാ? ക്രിസ്തു ദൈവത്തിന്റെ പ്രതിമയാ. എന്ന് പറഞ്ഞാൽ ഞാൻ സേവിക്കുന്ന ക്രിസ്തു ആരാ? അതെന്റെ ദൈവമാ. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട് ഈ വെളിപ്പാട്? ഞാൻ അധൈര്യപ്പെടാത്തതിന്റെ കാരണം എന്നറിയാമോ? ഞാൻ ആരെയാ സേവിക്കുന്നത്? ഞാൻ എന്റെ ക്രിസ്തുവാകുന്ന ദൈവത്തെയാ സേവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല. എന്നിട്ട് താൻ പറയുന്ന ഒരു വാക്ക് നോക്കണമേ, ഈ ക്രിസ്തുവിൽ നിന്ന് എനിക്ക് ലഭിച്ച ഒരു കാര്യമുണ്ട്, അത് തേജസ്സുള്ള സുവിശേഷം. അപ്പൊ ദൈവത്തിൽ നിന്ന് എനിക്ക് പ്രസംഗിക്കാൻ ലഭിച്ച സുവിശേഷം ഏതാ? തേജസ്സുള്ള സുവിശേഷമായതുകൊണ്ട്, ദൈവം എന്റെ കർത്താവായതുകൊണ്ട്, അവനിൽ നിന്ന് തേജസ്സുള്ള സുവിശേഷം ലഭിച്ചത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല. ഇനി ആ വാക്കിനെ ഒന്ന് ചിന്തിക്കാം. എന്താ തേജസ്സുള്ള സുവിശേഷം? ഈ തേജസ് എന്ന വാക്കൊന്ന് മനസ്സിലാകുമ്പോൾ കൃത്യമായി മനസ്സിലാകും. പലപ്പോഴും നമ്മൾ തേജസ് എന്ന വാക്കിനെ കാണുന്നത് നമ്മുടെ തലയുടെ പുറകെ വരുന്ന വെട്ടത്തെ നമ്മൾ തേജസ് എന്ന് പറയുന്നത്. പലരും അങ്ങനെയൊക്കെ ചിന്തിക്കുക, തേജസ് എന്ന് പറയുന്നത്. എന്നാൽ തേജസ് എന്ന വാക്കിന് പ്രധാനമായി 4 അർത്ഥങ്ങൾ കാണാം. ഒന്നാമത്തെ അർത്ഥം എന്ന് പറയുന്നത് ഖനമുള്ളത്. രണ്ടാമത്തെ അർത്ഥം എന്ന് പറയുന്നത് നിലനിൽക്കുന്നത്. മൂന്നാമത്തത് മാറിപ്പോകാത്തത്. നാലാമത്തത് നിത്യത വരെ. അപ്പൊ എന്താ പൗലോസ് പറയുന്നത്? എങ്ങനെയുള്ള സുവിശേഷം എന്നിൽ വ്യാപരിക്കുന്നത്? ഖനമുള്ള സുവിശേഷം. എന്നിൽ വ്യാപരിക്കുന്ന ഏത് സുവിശേഷമാ? നിത്യത വരെ നിൽക്കുന്ന സുവിശേഷം. എന്നിൽ വ്യാപരിക്കുന്ന സുവിശേഷം ഏതാ? നിലനിൽക്കുന്ന സുവിശേഷം. എന്നെ നിൽക്കുന്ന സുവിശേഷം ഏതാ? മാറിപ്പോകാത്ത സുവിശേഷം. ഈ സുവിശേഷം എന്റെ അകത്ത് വ്യാപരിക്കുന്നിടത്തോളം കാലം ഞാൻ എന്ത് ചെയ്തില്ല. നിങ്ങൾക്ക് ഇതിന്റെ ആത്മീയർത്ഥം മനസ്സിലാവുന്നില്ലേ? സകലതും മാറിപ്പോയാലും എന്റെ അകത്ത് വ്യാപരിക്കുന്ന സുവിശേഷം എന്ത് ചെയ്തില്ല. കാരണം ഇതെന്താ? ഇത് ഖനമുള്ളതാ, ഇത് തേജസ്സുള്ളതാ. എന്ന് പറഞ്ഞാൽ അപ്പോസ്തലൻ പൗലോസ് പറയുക, നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന സുവിശേഷം നിത്യമായ സുവിശേഷമാണ്. മനുഷ്യൻ ആരെല്ലാം മാറിപ്പോയാലും
മാറാത്ത ഒരു കാര്യം നമ്മുടെ അകത്തുണ്ടെങ്കിൽ അത് തേജസ്സുള്ള സുവിശേഷമാണ്. ഇത് അകത്തുള്ളിടത്തോളം കാലം എന്ത് ചെയ്യത്തില്ല? ഞാൻ അധൈര്യപ്പെടത്തില്ല. അധൈര്യപ്പെടാതെ ഞാൻ നിൽക്കുക. നിങ്ങൾ ഈ തേജസ് എന്ന വാക്കിനെ കൃത്യമായി പഠിച്ചാൽ കവോദ് എന്ന പദത്തിൽ മഹിമയെന്നും തേജസ് എന്നൊക്കെ കാണുന്നത്. പഴയ നിയമത്തിൽ നിങ്ങൾ കാണുന്നൊരു കാര്യമുണ്ട്. നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ എന്ത് ചെയ്തു? ലഭിച്ചു. നമ്മളെ ഭാഗങ്ങളെ വായിച്ചിങ്ങോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പെട്ടകം അരാറാത്ത് പർവ്വതത്തിൽ എന്ത് ചെയ്തു? ഉറച്ചു. ഈ അരാറാത്ത് എന്ന വാക്കിന്റെ അർത്ഥം എന്തറിയാമോ? കേഴ്സ് റിവേഴ്സ്ഡ് എന്ന് പറഞ്ഞാൽ ശാപത്തെ തിരിച്ചു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അലഞ്ഞു നിരുന്നിരുന്ന പെട്ടകത്തെ ദൈവം ശാപത്തെ തിരിച്ച് അരാറാത്തിൽ ഉറപ്പിച്ചു എന്നുള്ളതാണ്. അതെപ്പോഴാണെന്നറിയാമോ? നോഹയുടെ മേൽ ദൈവത്തിന്റെ കൃപ ലഭിച്ചപ്പോഴാണ്. എന്താ ഈ വാക്കിന്റെ അർത്ഥം? ഒരുവന്റെ മേൽ ദൈവത്തിന്റെ തേജസ് ഇറങ്ങിയാൽ എത്ര ശാപത്തെയും തിരിച്ച് ദൈവം അതിനെ ഉറപ്പിക്കുന്നതായി മാറാനിട തരും. അങ്ങനെങ്കിൽ നിങ്ങൾ ദൈവസനെ പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ തേജസ് ഇന്ന് പകൽ ഇവിടെ ഇറങ്ങി തുടങ്ങിയാൽ നമുക്കെതിരെ നിൽക്കുന്ന ഏത് വൻ പോരാട്ടമാണെങ്കിലും ഏതെല്ലാം ശക്തിയാണെങ്കിലും അതിനെ മാറ്റുവാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവം ഇതിന്റെ നടുവിലുണ്ട്. അവന്റെ പേരാ കർത്താവായ യേശു എന്ന് പറയുന്നത്. നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ. അബ്രഹാമിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്, തേജോമയനായ ദൈവത്തെ കണ്ടിട്ട് അവൻ എന്ത് ചെയ്തു? അപ്പൊ അബ്രഹാം ദൈവസന്നിധി യാത്ര പുറപ്പെടാനുള്ള കാരണം ഒരു തേജസ് കണ്ടിട്ടാ. അത് ദൈവത്തിന്റെ തേജസ് കണ്ടിട്ടാ. നിങ്ങൾ യെശയ്യാവിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നത്, അവൻ ദൈവത്തിന്റെ തേജസ് കണ്ടപ്പോൾ താൻ ആരാണ് തനിക്ക് എന്ത് ചെയ്തു? മനസ്സിലായി. താൻ പറയുക, അയ്യോ ഞാൻ ആരാ? അരിഷ്ട മനുഷ്യൻ. മോശയെ കുറിച്ച് പഠിക്കുമ്പോൾ കാണുന്ന ഒരു കാര്യമുണ്ട്. മോശയുടെ സ്വഭാവത്തിന് രൂപാന്തരം നൽകിയ ദൈവത്തിന്റെ തേജസ്. ഈ തേജസ് വന്നപ്പോൾ താൻ പറയുക, കർത്താവേ അങ്ങയുടെ സാന്നിധ്യം എന്റെ കൂടെ പോരുന്നില്ല എങ്കിൽ എന്നെ എന്ത് ചെയ്യരുത്. അപ്പൊ എന്താ ഈ തേജസിന്റെ പ്രത്യേകത? തേജസ് എവിടെ ഇറങ്ങുന്നു അവിടെ രൂപാന്തരം നടക്കും. തേജസ് എവിടെ ഇറങ്ങുന്നു അവിടെ ദൈവികമായ ഇടപെടൽ ഉണ്ടാകും. തേജസ് എവിടെ ഇറങ്ങുന്നു അവിടെ ദൈവപ്രവൃത്തി ഉണ്ടാകും. പൗലോസ് പറയുക, എന്റെ പുറമേയുള്ള മനുഷ്യൻ ബലഹീനമാണെങ്കിൽ പോലും എന്റെ അകത്ത് വ്യാപരിക്കുന്ന ഒരു തേജസ്സിന്റെ സുവിശേഷമുണ്ട്. ആ തേജസ്സിന്റെ സുവിശേഷം അകത്ത് വ്യാപരിക്കുന്ന കൊണ്ട് പുറമെ ഞാൻ എത്ര ക്ഷീണിതനാണെങ്കിലും എന്റെ അകത്തൊരു ദൈവികമായ ഇടപെടലുണ്ട്. ഇന്ന് പകൽ ആത്മാവിൽ എത്ര പേർ ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ അങ്ങനെ ഒരു തേജസ് ഇന്ന് പകൽ എന്റെ ശരീരത്തിനെ വ്യാപരിക്കാൻ തുടങ്ങണം. അങ്ങനെ ഒരു തേജസ് എന്റെ ആത്മാവിനെ വ്യാപരിക്കാൻ തുടങ്ങണം. ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത്തെ തന്റെ വെളിപ്പാട് യേശു ആരാ? ദൈവ പ്രതിമയാ, തേജസ്സുള്ള സുവിശേഷമാണ്. രണ്ടാമത്തെ കാര്യം നോക്കി, അടുത്ത വാക്യത്തിൽ പറയുകയാണ്. അടുത്ത വാക്യത്തിൽ താൻ ഇപ്രകാരം പറയുന്നത്, 5-ാം വാക്യത്തിൽ പറയുകയാണ്. അവിടെ ഇങ്ങനെ പറയുന്നത്, ഞങ്ങളെ തന്നെ അല്ല ക്രിസ്തു യേശുവിനെ കർത്താവെന്നും ഞങ്ങളോ യേശുവിനെ നിമിത്തം നിങ്ങളുടെ ദാസന്മാരെന്നത്രേ ഞങ്ങൾ എന്ത് ചെയ്യുന്നത്. അപ്പൊ രണ്ടാമത്തെ വെളിപ്പാട്, ഞങ്ങളെ തന്നെ അല്ല, ക്രിസ്തുവിനെ ആരായിട്ട് കാണുക? കർത്താവ്. ഞങ്ങൾ അവന്റെ ആരാ? ഞങ്ങൾ അവന്റെ. അപ്പൊ ഒന്നാമത്തെ വെളിപ്പാട് യേശു ദൈവമാണെന്നുള്ള വെളിപ്പാട്. രണ്ടാമത്തെ വെളിപ്പാട് ഞങ്ങൾ ആരാ? ഞങ്ങൾ ക്രിസ്തുവിന്റെ ദാസന്മാരും ആ ക്രിസ്തു ഞങ്ങളുടെ ആരാ? യജമാനനും. എന്ന് പറഞ്ഞ പൗലോസ് പറയുക, എന്റെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും അതിന് ഉത്തരവാദി ആരാ എന്ന് പറഞ്ഞേ. അതിന് ഉത്തരവാദി ആരാ? ദൈവമാ. കാരണം ഞാൻ ആരാ? ഞാൻ ദൈവത്തിന്റെ. അപ്പൊ എന്റെ പുറമെയുള്ള ബലഹീനതയ്ക്ക് ഉത്തരവാദി ആരാ? ഈ വെളിപ്പാട് നമുക്കകത്തുണ്ടോ? നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? ഈ വെളിപ്പാട് നമ്മുടെ അകത്തുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏത് കാര്യത്തിന് ഉത്തരവാദി ആരാ? എന്റെ ശരീരം ബലഹീനമാണോ, രോഗമാണോ, അത് ആര് നോക്കിക്കൊള്ളും? ഞാൻ ദൈവത്തിന്റെ ആരാ? എനിക്കെതിരെ പള്ളു പറയുന്നുണ്ടോ, ആര് നോക്കിക്കൊള്ളും? എനിക്കെതിരെ യുദ്ധം ചെയ്യുന്നുണ്ടോ, ആര് നോക്കിക്കോളും? ഈ വെളിപ്പാട് അകത്തുണ്ടാകണം. ഈ വെളിപ്പാട് അകത്തുണ്ടാകണം. എന്റെ പൊന്നു ദൈവമക്കളെ, ഇത് അകത്തുണ്ടെങ്കിൽ ക്രിസ്ത്യ ജീവിതം ധന്യമായി തീരും.
മറ്റൊന്നുമല്ല നമ്മെ നിർത്തുന്നത്. ഞാൻ ദൈവത്തിന്റെ മകനാണ്, മകളാണ്, ദാസനാണ് എന്നുള്ള ബോധ്യം നമ്മുടെ അകത്ത് എന്ത് ചെയ്യണം? രണ്ടാമത്തത്, കർത്താവ് ഞങ്ങളുടെ ദൈവമാ, ഞങ്ങൾ അവന്റെ ആരാ. ഇനി മൂന്നാമത് 6-ാം വാക്യത്തിൽ പറയുക, ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളിച്ചത് ദൈവത്തിൽ യേശു ക്രിസ്തുവിന്റെ മുഖത്തിലുള്ള തേജസ്സിന്റെ പരിജ്ഞാനം. അവിടെ എന്താ പൗലോസ് പറയുന്നത്? മൂന്നാമത്തെ വെളിപ്പാട്, യേശു ക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം എവിടെ ഇരിക്കുക? എന്റെ അകത്തിരിക്കുക. ആ മുഖം എന്നുള്ള കാര്യം വിവരിക്കാൻ താല്പര്യമുണ്ട്, സമയമില്ലാത്തതിന് അവസാനിപ്പിക്കുക. അപ്പൊ മൂന്നാമത്തെ പരിജ്ഞാനം, ആ വെളിപ്പാട് പറയുക, ദൈവത്തിന്റെ പരിജ്ഞാനം എവിടെ ഉണ്ട്? എന്റെ അകത്ത്. എങ്ങനെയുള്ള പരിജ്ഞാനമാ? നോക്കണേ, അവിടെ പറയുന്നു എനിക്ക്, യേശു ക്രിസ്തുവിന്റെ മുഖത്തിലുള്ള, അടുത്ത പദം, ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം. അപ്പൊ ഈ 3 വെളിപ്പാട് എന്റെ എവിടെ ഉണ്ട്? അകത്തുണ്ട്. ഏതൊക്കെ വെളിപ്പാടാ? ഒന്ന് ദൈവ തേജസ്സിന്റെ പ്രതിമയായ ക്രിസ്തു. ആ ക്രിസ്തുവിലൂടെ എനിക്ക് ലഭിച്ചത് എന്താ? തേജസ്സുള്ള സുവിശേഷം. 2, കർത്താവ് അവിടെ പറയുക, യേശു ക്രിസ്തുവിനെ ദൈവമെന്നും ഞാൻ അവന്റെ ആരാ? ദാസനെന്നും. മൂന്നാമത്തെ കാര്യം പറയുക, യേശു ക്രിസ്തു കർത്താവെന്നും ആ ക്രിസ്തുവിന്റെ പരിജ്ഞാനം എവിടെ ഇരിക്കുക? എന്റെ ഉള്ളിൽ എന്ത് ചെയ്തിരിക്കുക? ഇത് പറഞ്ഞിട്ടാ താൻ പറയുന്നത്, എങ്കിലും ഈ അത്യന്ത ശക്തി എന്റെ എന്തല്ല. നോക്കി എങ്കിലും അത്യന്ത ശക്തി. അപ്പൊ ഒന്നാമത്തെ വെളിപ്പാട് എന്നാ? എന്റെ അകത്ത് എന്താ ഉള്ളത്? ഘനമുള്ള ഒരു സുവിശേഷം, നിത്യത വരെ കൊണ്ടെത്തിക്കുന്ന. രണ്ടാമത്തെ കാര്യം, എന്റെ അകത്ത് എന്താ ഉള്ളത്? ഞാൻ കർത്താവിന്റെ ആരാ? ദാസൻ. മൂന്നാമത്തെ കാര്യം പറയാ, യേശു ക്രിസ്തുവിന്റെ മുഖത്തുള്ള പരിജ്ഞാനം, ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം എന്ത് ചെയ്യുക? എന്ന് വ്യാപരിക്കുക. ഇത് പറഞ്ഞിട്ട് പറയാ, എങ്കിലും ഈ അത്യന്ത ശക്തി എന്റെ സ്വന്തമല്ല എന്ന് പറയേണ്ടത്. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു, പോകുന്ന ശ്രദ്ധിച്ചേ, എല്ലാവരും ശ്രദ്ധിച്ചേ. എങ്കിലും ഈ അത്യന്ത ശക്തി എന്താ ഈ അത്യന്ത ശക്തി എന്ന വാക്കിന്റെ അർത്ഥം? നമ്മൾ പലപ്പോഴും വ്യാഖ്യാനിക്കപ്പെടുന്ന അത്യന്ത ശക്തി പരിശുദ്ധാത്മാവെന്ന. അല്ല, പരിശുദ്ധാത്മാവല്ല. അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുക, അത്യന്ത ശക്തിയെ കുറിച്ച് താൻ പറയുന്നത് 3 പദങ്ങളിലൂടെ. 1, തേജസ്സിന്റെ സുവിശേഷം. 2, ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം. മൂന്നാമത്തെ പദം അവിടെ ഉപയോഗിക്കുന്ന അത്യന്ത ശക്തി. അതിനെ മറ്റൊരിടത്ത് താൻ പറയുകയാണ് ഉയർപ്പിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ, പരിശുദ്ധാത്മാവല്ല അത്യന്ത ശക്തി എന്ന് പറയുന്നത്. ഒന്നാമത്തത് തേജസ്സുള്ള സുവിശേഷം, ഘനമുള്ള സുവിശേഷം. 2, ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം. 3, അത്യന്ത ശക്തി. 4-ാമത്തെ പദം പറയുക ഉയർപ്പിന്റെ ശക്തി എന്ന് പറഞ്ഞ പൗലോസ് പറയുക, എന്റെ ശരീരത്തിന്മേൽ എന്താ വ്യാപരിച്ചിരിക്കുന്നത്? ഒന്ന് ചേർന്ന് പറഞ്ഞേ, ഈ അത്യന്ത ശക്തി. ഏത് അത്യന്ത ശക്തി? തേജസ്സുള്ള സുവിശേഷം എന്ന അത്യന്ത ശക്തി, ഉയർപ്പിന്റെ ശക്തി. ഇനി ശ്രദ്ധിച്ച് അവസാനിപ്പിക്കാം. നോക്കിയേ, ഇത് പറഞ്ഞിട്ട് താൻ പറയുക, ഈ ശക്തി എന്റെ മൺപാത്രങ്ങൾ എന്ത് ചെയ്തിരിക്കുക? ഇവിടെ മുതൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ബൈബിൾ എല്ലാവരും എന്നെ അടച്ചു വെച്ചു. എന്റെ മൺപാത്രങ്ങൾ എന്ത് ചെയ്തിരിക്കുക? എന്നാ പൗലോസ് പറയാൻ കാരണം? കൊരിന്ത്യർ വിശ്വാസികളോട് പറയുക, എന്റെ ശരീരം എന്താ? അത് മണ്ണാ എന്ന് പറഞ്ഞാൽ എന്റെ ശരീരം മൺപാത്രമാ. ഈ മൺപാത്രത്തിനകത്ത് നിങ്ങൾ പറഞ്ഞ പല തരത്തിലുള്ള ബലഹീനതകളുണ്ട്. പക്ഷേ ഈ മൺപാത്രത്തിനകത്ത്, ഇതിന് പുറത്ത് നിങ്ങൾ പറയുന്ന പല തരത്തിലുള്ള ബലഹീനതകൾ ഉണ്ടെങ്കിൽ പോലും ആർക്കും ഒരിക്കലും നശിപ്പിക്കാൻ കഴിയാത്ത ഒരു അത്യന്ത ശക്തി എന്റെ അകത്തുണ്ട്. എത്ര പേർക്ക് ഈ ദൂത് ഇന്ന് പകൽ മനസ്സിലാകുന്നുണ്ട്? നിന്റെ പുറമേയുള്ള ശരീരം ഒരു മൺപാത്രമാണെങ്കിൽ പോലും ഒരു മനുഷ്യനും ഇല്ലാതാക്കാൻ കഴിയാത്ത ഒരു ഘനമുള്ള ഒരു ശക്തി നിന്റെ അകത്തുണ്ടെന്ന്. ഹല്ലേലൂയ. എന്തുകൊണ്ടാ പൗലോസ് ഇത് മൺപാത്രമായി പറയാൻ കാരണം? 2-3 ചിന്തകൾ വേഗത്തിൽ പറയാം. ഒന്നാമത്തെ ചിന്ത, മൺപാത്രത്തിന്റെ പ്രത്യേകത ഏത് നിമിഷം ഇതിനെ ഉടച്ചെന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ, ഏത് നിമിഷം താഴെ പോയാൽ ഏത് ഉടയും. അപ്പൊ പൗലോസ് പറയാം, എന്റെ ശരീരം ഇതുപോലെ ഉടയുന്ന ഒന്നാ. പക്ഷേ എന്റെ ശരീരം ഉടഞ്ഞാലും എന്റെ അകത്ത് വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി ഉണ്ട്. ആരെല്ലാം എന്തിനെല്ലാം ഉടയ്ക്കാൻ നോക്കിയാലും
ഉടയ്ക്കാൻ കഴിയാത്ത, ഇല്ലാതാക്കാൻ കഴിയാത്ത ഒരാത്മാവിന്റെ ശക്തി എന്റെ അകത്തുണ്ട്. അതിനെ വിളിക്കുന്നവർ അത്യന്ത ശക്തി. ഹല്ലേലൂയ. രണ്ടാമത്തെ ഈ മൺപാത്രത്തിന്റെ പ്രത്യേകത എന്നറിയാമോ? ആ കാലത്ത് യാതൊരു മൂല്യമില്ലാത്ത ഒന്നാണ് ഈ മൺപാത്രം എന്ന് പറയുന്നത്. പൗലോസ് പറയുക, നിങ്ങൾ എന്റെ ശരീരത്തിന് യാതൊരു മൂല്യം നൽകിയില്ലെങ്കിൽ പോലും എന്റെ അകത്ത് മൂല്യമുള്ള ഒന്നുണ്ട്. അതിനെ വിളിക്കുന്ന പേര് അത്യന്ത ശക്തി എന്നുള്ളത്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ഈ അത്യന്ത ശക്തിയാ. പുറമെ എത്രയെല്ലാം ബലഹീനമാണെങ്കിൽ പോലും, പുറമെ എത്രയെല്ലാം ക്ഷീണിതമാണെങ്കിൽ പോലും, ഇന്ന് പകൽ നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ഈ അത്യന്ത ശക്തിയാ. അത് തിരിച്ചറിയുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്? ചേർന്ന് ദൈവത്തിന് സ്തോത്രം പറയാമോ? കർത്താവേ, ആർക്കും ഇല്ലാതാക്കാൻ കഴിയാത്ത ഒന്നെന്റെ അകത്ത് വ്യാപരിക്കുന്നല്ലോ. ഹല്ലേലൂയ. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാ ഉയർപ്പിന്റെ ശക്തി എന്ന് പറയുന്നത്. എന്താ ഉയർപ്പിന്റെ ശക്തിയുടെ പ്രത്യേകത എന്നറിയാമോ? ഉയർപ്പിന്റെ ശക്തിയുടെ പ്രത്യേകത, കർത്താവായ യേശു ക്രിസ്തു ഒരിക്കലും ഉയർക്കരുത് അവർ പറഞ്ഞു. അതിന് ചെയ്യാൻ കഴിയുന്ന സകല കാര്യങ്ങളും ചെയ്തു. എന്നാൽ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിനകത്തേക്ക് ആ ഉയർപ്പിന്റെ ശക്തി വ്യാപരിച്ചു തുടങ്ങിയപ്പോൾ സംഭവിച്ച ഒരു കാര്യമുണ്ട്. ആ ശരീരത്തെ ദൈവം ജീവനോട് എഴുന്നേൽപ്പിച്ചു എന്നുള്ളതാ. ആ ശക്തിയാണ് നമ്മുടെ മേൽ വ്യാപരിക്കുന്നത്. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ ഒരു കാര്യം പറയാം. തുറക്കാത്ത കല്ലറയെ തുറക്കാൻ കഴിയുന്ന ഒരു ശക്തിയേ ഉള്ളൂ. ഹല്ലേലൂയ. അടയ്ക്കുന്ന ഏത് വാതിലിനെ തുറക്കാൻ കഴിയുന്ന ഒറ്റ ശക്തിയേ ഉള്ളൂ. പുറത്ത് വരികയില്ല എന്ന് പറയുന്ന പുറത്തെത്തിക്കാൻ കഴിയുന്ന ഒറ്റ ശക്തിയേ ഉള്ളൂ. അതിനെ വിളിക്കുന്ന പേരാ ഉയർപ്പിന്റെ ശക്തി എന്നുള്ളത്. ഇന്ന് പകൽ അതിനകത്ത് വ്യാപരിക്കുമ്പോൾ ഇന്ന് പകൽ ആരോ പുറത്ത് വരത്തില്ലെന്ന് പറയുന്നത്, അതിനെ പുറത്തേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ ശക്തി. ഹല്ലേലൂയ. അങ്ങനെങ്കിൽ ഇന്ന് പകൽ ദൈവത്തോട് പ്രാർത്ഥിച്ച് ആ ശക്തി ഇതിനകത്ത് വ്യാപരിക്കാൻ തുടങ്ങണം. ആ ശക്തി ഇതിനകത്ത് വ്യാപരിക്കാൻ തുടങ്ങണം. കല്ലറയുടെ കല്ല് എത്ര വലുതാണെങ്കിൽ പോലും, ഏതെല്ലാം ചങ്ങലയിട്ട് പൂട്ടി എന്ന് പറഞ്ഞാൽ പോലും, അകത്തൊരു ശക്തി വ്യാപരിക്കാൻ തുടങ്ങിയാൽ അതിനെ പുറത്തെത്തിക്കാൻ കഴിയും. ഇന്ന് പകൽ ഇത് പ്രസ്താവിക്കുന്ന ദൈവത്തിന്റെ വചനമാ. ഈ വചനത്തിനകത്ത് വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. അതിന്ന് പകൽ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കാൻ തുടങ്ങണം. അതിന്ന് പകൽ സഭയ്ക്കകത്ത് വ്യാപരിക്കാൻ തുടങ്ങണം. അതിന്ന് പകൽ വ്യക്തികളിലേക്ക് വ്യാപരിക്കാൻ തുടങ്ങണം. അതുകൊണ്ട് ഇന്ന് പകൽ ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിച്ച കർത്താവേ, ആ ശക്തി ഇന്ന് പകൽ വ്യാപരിക്കട്ടെ. ഒരല്പസമയം ദൈവസ്ഥലത്ത് പ്രാർത്ഥിച്ച്, ആത്മാവിനത് പ്രാർത്ഥിച്ച്, കർത്താവ് ആ ശക്തി ഇന്ന് പകൽ ഞങ്ങളുടെ മേലൊന്ന് വ്യാപരിച്ചു തുടങ്ങണം. ഹല്ലേലൂയ. അതുകൊണ്ട് പൗലോസ് പറയുക, എങ്കിലും ഈ അത്യന്ത ശക്തി എവിടെ പകർന്നിരിക്കുക? ഞങ്ങളുടെ എവിടെ പകർന്നിരിക്കുക? ഞങ്ങളുടെ എവിടെ പകർന്നിരിക്കുക? അതുകൊണ്ടാണ് പറയുന്നത്, അധൈര്യപ്പെടുന്നില്ല. കാരണം പുറമെയുള്ള മനുഷ്യൻ എന്ത് ചെയ്യുക? ക്ഷീണമുണ്ട്, രോഗമുണ്ട്, ദുഃഖമുണ്ട്. പക്ഷെ ഇതെല്ലാം ഉണ്ടെങ്കിലും അകത്തൊരു ശക്തി ബലപ്പെട്ടുകൊണ്ടിരിക്കുക. അകത്തൊരു ശക്തി ബലപ്പെട്ടുകൊണ്ടിരിക്കുക. അതിന് കാരണം ഇതിനകത്ത് വ്യാപരിക്കുന്ന ഘനമുള്ള സുവിശേഷമാ. ഇതിനകത്ത് വ്യാപരിക്കുന്ന നിത്യമായ സുവിശേഷമാ. ഇതിനകത്ത് വ്യാപരിക്കുന്നത് മാറിപ്പോകാത്ത സുവിശേഷമാ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആ ശക്തിയുടെ വ്യാപാരം ഇതിനകത്തൊന്ന് വ്യാപരിക്കാൻ തുടങ്ങണമെന്നുള്ളത്. അല്പസമയം വായ തുറന്ന് ദൈവസനെ പ്രാർത്ഥിച്ചു തുടങ്ങി. ഈ അന്തരീക്ഷ ദൈവത്തിന്റെ ആത്മാവൊന്ന് മാറ്റേണ്ടതിനാൽ ഈ അന്തരീക്ഷ ദൈവത്തിന്റെ ആത്മ മാറ്റട്ടെ. ഉയർപ്പിന്റെ ശക്തി ഇന്ന് പകലിനകത്ത് വ്യാപരിച്ചു തുടങ്ങട്ടെ. എല്ലാവരും വായ തുറന്ന് ആത്മാവിനൊന്ന് പ്രാർത്ഥിച്ചേ. ക്ഷീണിപ്പെടുത്തുന്ന അവസ്ഥയിൽ അധൈര്യപ്പെടാത്തതിന് കാരണം ഈ സുവിശേഷം അകത്തുള്ളത് കൊണ്ടാ, ഈ അത്യന്ത ശക്തി അകത്തുള്ളത് കൊണ്ടാ. അങ്ങനെയെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, എന്റെ ക്ഷീണിക്കുന്ന അവസ്ഥയിൽ എന്നെ ബലപ്പെടുത്തുന്ന ആ ശക്തി ഇന്ന് പകൽ എന്റെ മേലൊന്ന് വ്യാപരിക്കണമേ എന്ന് ആത്മാവിനൊന്ന് പ്രാർത്ഥിച്ചേ. വായ തുറന്ന് അല്പസമയം ശബ്ദമുയർത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. പൗലോസ് പറയും, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ എന്തല്ല, സ്വന്തം എന്നല്ല, മറിച്ച് എന്താ? ഇത് ദൈവത്തിന്റെ ദാനമാ. എങ്ങനെ ലഭിച്ചത്? കൃപയാൽ എന്ത് ചെയ്തതാ? ലഭിച്ചതാ. അതുകൊണ്ട് എനിക്കെതിരെ ആരെല്ലാം നിന്നാലും ഇതിനെ തകർക്കാൻ എന്ത് ചെയ്യത്തില്ല. ഇന്ന് പകൽ എത്ര പേർക്ക് അങ്ങനെ ഒരു വിശ്വാസമുണ്ട്? ഇതിനകത്ത് എത്ര പേർക്ക് അങ്ങനെ ഒരു വിശ്വാസമുണ്ട്? അങ്ങനെയെങ്കിൽ ആ ശക്തി ഇതിനകത്തുനിന്ന് വ്യാപരിച്ചു തുടങ്ങണം. ഒരു കല്ലിനോട് ഞാൻ പ്രസംഗിച്ചെന്ന് പറഞ്ഞാൽ പോലും അതിനെ തകർക്കാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ ശക്തി. യെസ് 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 യെസ്. എനിക്കെതിരെ ശരം പോലെ കുത്തി നിൽക്കുന്ന ചോദ്യങ്ങളുടെ നടുവിൽ ഉത്തരം എനിക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. അതിന്മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തി ഇന്ന് പകൽ ആ ശക്തി ഇതിനകത്ത് വ്യാപരിക്കട്ടെ. അതുകൊണ്ട് പൗലോസ് പറയും, എങ്കിലും ഈ അത്യന്ത ശക്തി എന്റെ സ്വന്തം എന്നല്ല.
പ്രാർത്ഥിക്കാൻ എത്ര പേർ കഴിയും? കണ്ണുകളെ ദൈവസന്നിധി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുക. ചില സെക്കൻഡുകൾ നമ്മൾ ഒരുമിച്ച് ചേർന്ന് ദൈവസന്നിധി പ്രാർത്ഥിച്ച്, എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ച് ഈ ശക്തിയുടെ വ്യാപാരം നമ്മുടെ മേലൊന്ന് വ്യാപരിച്ചു തുടങ്ങട്ടെ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ച്, എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ച് വായ എത്ര ദൈവസന്നിധി പ്രാർത്ഥിക്കുക. കർത്താവേ, ആ തേജസ്സിന്റെ സുവിശേഷം എന്റെ മേൽ, അതിന്റെ ശക്തി ഇന്ന് പകൽ വ്യാപരിക്കപ്പെടണം. ആ അത്യന്ത ശക്തിയുടെ വ്യാപാരം എന്റെ മേൽ വ്യാപരിക്കപ്പെടണം. അതിനിന്ന് പകൽ എന്റെ ജീവിതത്തിൽ കഴിയുന്നില്ല എങ്കിൽ എന്റെ മേൽ അതൊന്ന് വ്യാപരിക്കണമേ ദൈവസന്നിധി പ്രാർത്ഥിച്ച്, വചനത്തിന് മുൻപിൽ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവസന്നിധി പ്രാർത്ഥിച്ച്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രക്തത്താൽജി, 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 രക്തത്താൽജി. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആസ്തോടും പ്രാർത്ഥനയ്ക്ക് ദൈവമക്കൾ ഒരു ചില നിമിഷങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച. കർത്താവേ, ആ ഘനമുള്ളത് എന്റെ മേലൊന്ന് പകരണമേ. ആ ഘനമുള്ള സുവിശേഷ ശക്തി എന്റെ മേലൊന്ന് വ്യാപരിക്കണമേ. ഇന്ന് പകൽ അതെന്റെ മേലൊന്ന് വ്യാപരിക്കണം. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചേ. ഞാനൊരു നിമിഷം ഒരു നിയോഗത്തോടെ ദൈവസന്നിധി ദൈവമക്കളോട് ചോദിക്കുക. പുറമെയുള്ള മനുഷ്യൻ ഞങ്ങളുടെ ബലഹീനമാ, പക്ഷെ അകത്തെ മനുഷ്യനെ ദൈവമേ ശക്തിപ്പെടുത്തണം. അതിന് അത്യന്ത ശക്തിയുടെ വ്യാപാരം എന്റെ മേൽ വ്യാപരിക്കണമേ എന്ന് ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ ആ കരങ്ങളെ ദൈവസ്ഥനെ ഉയർത്തിപ്പിടിക്കാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോവുക. ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ കൈ ഉയർത്തരുത്. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഒരു നിയോഗം തരുന്നു. ആ വചനത്തിന് മുമ്പ് എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുന്നവർ മാത്രം ആ കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. നിങ്ങൾക്ക് നാണക്കേടില്ലെങ്കിൽ നിങ്ങളുടെ തലയ്ക്ക് മീതെ കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. ഒരുമിച്ച് ദൈവസ്ഥനെ പ്രാർത്ഥിക്കാൻ പോവുക. ഇന്ന് പകൽ നമ്മൾ കേട്ടത് കേവലം ഒരു വാക്കുകൾ മാത്രമല്ല, ദൈവവചനത്തിൽ നിന്നാ. വചനം എഴുതി ആത്മാവിനാലാണെങ്കിൽ ഇന്ന് പകൽ ആത്മാവിന്റെ സാന്നിധ്യം ഇതിനകത്ത് ഇറങ്ങണം. അത് നമ്മുടെ മേൽ പകരണം. ഒരു നിമിഷം ദൈവസന്നിധി പ്രാർത്ഥിച്ചേ. സ്വർഗീയ പിതാവേ, പൗലോസിനോട് ദൈവജനം ചോദിക്കുന്ന പോലെ ശരം കുത്തുന്ന ചോദ്യങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. നിരാശകൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ അങ്ങയുടെ ദാസൻ പറയുന്ന പോലെ അതിന്റെ നടുവിൽ ഞങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ഒരു അത്യന്ത ശക്തി ഇന്ന് പകൽ ദൈവമേ, ആ അത്യന്ത ശക്തിയുടെ വ്യാപാരം ഞങ്ങളുടെ മേൽ വ്യാപരിക്കേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. പ്രത്യേക ഈ വചനം കേട്ട് ദൈവസന്നിധി കരം ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ദൈവജനത്തിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇന്ന് പകൽ അവരുടെ മേൽ ദൈവശക്തി ഒന്ന് വ്യാപരിക്കട്ടെ കർത്താവേ. മങ്ങിയിരിക്കുന്ന അവസ്ഥകൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ അത് മാറിപ്പോകട്ടെ കർത്താവേ. ആ ഉയർപ്പിന്റെ ശക്തി അവരുടെ മേൽ വ്യാപരിക്കുമ്പോൾ ആ അകത്തെ മനുഷ്യ ശക്തിയോടൊന്ന് ബലപ്പെടുവാൻ അങ്ങ് ഇടയാക്കേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഈ ജനത്തെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥനകടനായ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. അതുകൊണ്ട് ആ വാക്യം ഒന്ന് ചേർന്ന് പറയും. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനം എന്ന് പറയേണ്ടതിന് നമ്മുടെ എവിടെ പകർന്നിരിക്കുന്നു? നമ്മുടെ മൺകൂടാരങ്ങളിൽ പകർന്നിരിക്കുന്നു. രക്ഷിക്കപ്പെട്ട ഒരുവന്റെ മേൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. അങ്ങനെയെങ്കിൽ ആ ശക്തിയുടെ വ്യാപാരം നമ്മുടെ മേൽ ഉണ്ടാകട്ടെ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങൾ അധികം നമ്മെ അനുഗ്രഹിക്കട്ടെ.